നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊതുവേദിക്ക് ചെറിയതെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ആനയില്ലാതെ ആഘോഷം പറ്റില്ലേ എന്നതായിരുന്നു. അതിൽ ഉയരാൻ സാധ്യതയുള്ള പലതരത്തിലെ എതിർപ്പുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ അങ്ങനെ ഒരു വിഷയം പൊതുസമക്ഷം ചർച്ചയ്ക്കായി എടുത്തതും. ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ കൊല്ലപ്പെട്ട കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്ര കമ്മിറ്റി അടുത്ത വർഷം മുതൽ ഉത്സവത്തിന് ആനയെ വേണ്ട എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ആനയെ ഉത്സവത്തിന് ഉപയോഗിക്കുന്ന മറ്റ് ഉത്സവ കമ്മിറ്റിക്കാർക്കും അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക കൂടിയാണിത്. ഇത്തരമൊരു ചർച്ച നമുക്ക് പൊതുവേദിയിൽ പങ്കെടുത്തതിലും അല്ലെങ്കിൽ അത്തരം ചർച്ചയിൽ മഹാഭൂരിപക്ഷം പേരും സമാനമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞതിനുമൊക്കെ നമുക്കും ഒരു പരിധിവരെ സന്തോഷിക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒറ്റ രാത്രി കൊണ്ട് ജീവിതവും ജീവനോപാധികളും ഒലിച്ചുപോയൊരു ജനത. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടൽമല, പുഞ്ചിരിമുറ്റം പ്രദേശങ്ങളിലുള്ളവർ. സ്ഥിരീകരിച്ച മരണം മാത്രം 403. കാണാതായവർ 150ഓളം വരും. കിടപ്പാടവും കൃഷിയും വീടുനിന്ന ഭൂമിയടക്കം നഷ്ടമായി പോയവർ. അവരുടെ ദുഃഖം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി. സഹായം പ്രഖ്യാപിച്ചു മടങ്ങി. മാസം 7 സഹായമൊന്നും കിട്ടിയില്ല. ഒടുവിൽ 529 കോടി രൂപ വായ്പയായി തരാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പക്ഷേ മാർച്ച് 31 അത് ചെലവഴിക്കുകയും വേണം, അല്ലെങ്കിൽ വായ്പ നഷ്ടപ്പെടും. കേരളത്തെ വെല്ലുവിളിക്കുന്നതും പരിഹസിക്കുന്നതുമാണ് കേന്ദ്ര സമീപനം എന്ന വിമർശനമാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒരുപോലെ ഉയർത്തുന്നത്. ഗ്രാന്റ് ചോദിച്ച കേരളത്തിന് വായ്പ മാത്രം നൽകിയതിലും പ്രതിഷേധമുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് വേണ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായം നൽകുമ്പോഴാണ് വയനാട്ടിലെ ദുരന്തബാധിതരെ അവഹേളിക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ നടപടി. വയനാടെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. കേന്ദ്ര നടപടി വയനാടിനുള്ള സഹായമോ അവഹേളനമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ചെറുപുഴയിൽ നിന്നും ശ്രീ സ്കറിയാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ സ്കറിയ, കേരളത്തിന് 519 കോടി രൂപയൊക്കെ വായ്പ നൽകുകയാണ്. ആ വായ്പയ്ക്ക് തന്നെ പരിധി വെക്കുന്നു. 31-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ചെലവഴിച്ചിട്ട് കൊടുത്താലേ ഈ വായ്പ കിട്ടൂ എന്ന് പറയുന്നു. സഹായമാണ് കേരളം പ്രധാനമായും ചോദിച്ചത്. അങ്ങനെ ഒരു പൈസ പോലും തരികയും ചെയ്യുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ വയനാടിനുള്ള സഹായമാണോ അവഹേളനമാണോ? ഇത് അവഹേളനം മാത്രമല്ല. പറഞ്ഞോളൂ. ഇത് അവഹേളനം മാത്രമല്ല, ഇത് കേരള ജനതയോടുള്ള വെല്ലുവിളി കൂടെയാണ്. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ബാക്കിയുള്ള രാജ്യങ്ങളിലും നമുക്കറിയാമല്ലോ, ശ്രീലങ്കയൊക്കെ തകർന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അവിടെ സഹായങ്ങളായിട്ട് പോയി. അപ്പൊ ഇവര് ഇപ്പൊ 7 മാസമായി ഈ പരിപാടി നടന്നിട്ട്. ഞാൻ ഇതിന്റെ അടുത്തുള്ള ജില്ലക്കാരനാണ്, കണ്ണൂർ ജില്ലക്കാരനാണ്. എനിക്ക് സംഭവ സ്ഥലങ്ങളെല്ലാം അറിയാവുന്ന സ്ഥലങ്ങളെല്ലാം എനിക്ക് അറിയാവുന്ന. പണ്ടുള്ളായിരുന്നു എത്ര സുന്ദരമായ സ്ഥലമായിരുന്നു അറിയാവോ? മൂന്നാർ പോലും തോറ്റു പോകുന്ന ഒരു സ്ഥലമായിരുന്നു. മേപ്പാടിയിൽ നിന്ന് പോവാം, ആനിക്കാൻ പോലും ഇന്ന് കയറി വരാം കോഴിക്കോട് ജില്ലയിൽ നിന്ന്. ഇവരൊന്നും തരുന്നില്ലായിരുന്നു. എന്തിനാണ് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എല്ലാം കൂടെ വന്ന് അവിടുത്തെ രക്ഷാപ്രവർത്തകരെ എല്ലാം മാറ്റി, ഇവർക്ക് ഷെഡ്യൂട്ട് അടുപ്പിച്ച് ചെളി കോരി മാറ്റി അവിടെ ആശുപത്രിയിൽ പോകുന്ന ചികിത്സ കിട്ടേണ്ട ആൾക്കാർക്ക് അന്ന് ചികിത്സ കൊടുക്കാതെ ഇവരെ മാത്രം വാഴ്ത്തിക്കൊണ്ട് നടന്ന എന്തിനാണ്? അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലുള്ള BJPക്കാർ എന്നാണ് ചെയ്തത്? മുരളീധരൻ പറഞ്ഞു പോരാ, 2 വാർഡം കുറിച്ച് പോയെന്നല്ലേന്നാ പറഞ്ഞത്. അപ്പൊ കേന്ദ്രത്തിലുള്ളവർക്ക് എന്ന കാരണം എന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിൽ BJP വളരരുത്, കേരളത്തിലുള്ള BJP നേതാക്കന്മാർ ഒരിക്കലും ഡൽഹിയിൽ ചെന്നാകരുതെന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളുണ്ട്. അത് ഇവിടുത്തെ BJPയിലെ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഇവന്മാര് പ്രതികരിക്കത്ത ആദ്യം ഇവിടെ ഇങ്ങനെ ഉണ്ടായി. ഈ അങ്ങനെയായി മാർച്ച് 31-നുള്ളിൽ ഈ പൈസ ചെലവാക്കണം എന്ന് പറഞ്ഞിട്ട് മാർച്ച് 30-ാം തീയതി പ്രഖ്യാപിച്ചാൽ പോരായിരുന്നു ഇവന്മാർക്ക്? 1 ദിവസം കൊണ്ട് ചെലവാക്കണമെന്ന്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. പറയുമ്പോ എല്ലാം പറയണം ഇതെല്ലാവരും കാത്തിരിക്കുന്നതാണ്, ഞാൻ മാത്രം പറഞ്ഞൊരു കാര്യമില്ല. ആശാരിയുടെ ചെത്തിലും തടിയുടെ വളവിലും ഉണ്ട് കുഴപ്പം. ഇതിന് നമ്മുടെ താങ്കൾ പറഞ്ഞ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് അവിടെ സഹായം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾക്ക് ഒരു വായ്പ തരാം. അതായത് സാറേ, പിന്നെ വയനാട്ടുകാർ ഇന്ത്യക്കാരല്ലേ? അപ്പൊ ഇന്ത്യക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയം നോക്കിയിട്ടോ, അങ്ങനെയല്ല പറയുന്നത്, ഒരുപക്ഷം രാഷ്ട്രീയം നോക്കിയിട്ടോ നോക്കാണ്ടോ നോക്കിയിട്ടെന്നെ ചെയ്യുന്നത്. അത് ഒരു തെറ്റൽ മനസാക്ഷിക്ക് നിരക്കാതല്ലേ. ഈ പ്രൈം മിനിസ്റ്റർ, അതായത് കിരീടം പോയ രാജാവ് ഇനി മാറിയും മറിഞ്ഞും വരും, ഭരണം മാറിയും മറിഞ്ഞു വരും. അപ്പോ അദ്ദേഹത്തിന്റെ ഗുജറാത്തിലാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം അത് മനസ്സിലാക്കൂല. ഇപ്പൊ എത്ര കഷ്ടപ്പെടുന്നുണ്ട് അവര്, പ്രകൃതി ദുരന്തം വന്നിട്ട് എന്തെല്ലാം മാനസികമായിട്ട് എത്ര കുടുംബങ്ങൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട്. അനുഭവിച്ച കൂട്ടർക്കല്ലേ അതിന്റെ വിഷമങ്ങൾ അറിയൂ.
അപ്പൊ അത് മനസാക്ഷിന്റെ മേലൊരു ദൈവമില്ല. മനസാക്ഷിന്റെ പേരിൽ ഇത് സംസാരിച്ച കാര്യമില്ല. കർമ്മഫലം വർക്ക് മോർ ടോക്ക് ലെസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലവത്താവും. അപ്പോ ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, സ്വാഭാവികമായും ഇത്രയും വൈകിയാലും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് ഒരു സഹായം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ 2000 കോടി രൂപ ചോദിച്ചപ്പോൾ 529 കോടി രൂപ വായ്പ തരാം, അതും ഈ വരാൻ പോകുന്ന 10-42 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെലവഴിച്ചിട്ട് ആ തുക അറിയിച്ചാൽ മതി, അത് വായ്പയെ കണക്കൂട്ടാം, അങ്ങനെ തരാം എന്നാണ് പറയുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. എത്ര കോടിയാ സാർ വേണ്ടത് കേരളത്തിന്? കേരളം 2000-ഓളം കോടി രൂപയാണ് ചോദിച്ചത്. അല്ല, കേരളം 10,000 കോടിയും ചേർക്കും അവർക്ക് ദൂർത്തടിക്കാൻ. ഈ പദ്ധതിക്ക് എത്ര കോടി വേണമെന്ന് സാറിന് അറിയാവോ? പല എസ്റ്റിമേറ്റ് ഉണ്ടോ? അതൊക്കെ ഉണ്ടല്ലോ, സർക്കാർ അങ്ങനെ എസ്റ്റിമേറ്റ് സഹിതമല്ലേ കേന്ദ്രത്തിന് സഹായം ചോദിച്ചത്. കേരള സർക്കാരിന്റെ എസ്റ്റിമേറ്റ് വിട്ടു സാർ. അത് കേരള സർക്കാരിന്റെ എസ്റ്റിമേറ്റ് അല്ലാതെ പിന്നെ നമുക്ക് എനിക്ക് അത് എസ്റ്റിമേറ്റ് തന്നെയാ പറഞ്ഞത്. കേരള സർക്കാരിന് എസ്റ്റിമേറ്റ് ഉണ്ട്, കേന്ദ്ര സർക്കാരിനും എസ്റ്റിമേറ്റ് ഉണ്ട്. അല്ലാതെ വാരി കൊടുക്കാൻ തലയിൽ ആള് വാർത്തില്ല സർക്കാർ. ബാലകൃഷ്ണൻ ഒരു രൂപ പോലും അവിടെ കൊടുക്കേണ്ടതില്ലേ? അതാ എന്റെ ചോദ്യം. ഒരു രൂപ പോലും കൊടുത്തില്ലല്ലോ. കൊടുത്തിട്ടുണ്ടല്ലോ. എവിടെ കൊടുത്തു? ഇപ്പൊ കൊടുത്തത് എന്താ? ഇപ്പം കൊടുത്ത വായ്പ തരാമെന്ന് പറഞ്ഞു. വായ്പ എത്ര കൊല്ലം കൊണ്ട് തിരിച്ചടക്കാനാ സാർ? എത്ര കൊല്ലം കൊണ്ടോ തിരിച്ചെടുക്കണം? വായ്പ ഈ വായ്പയല്ലേ? ജിന്ദഗിയിൽ കേരള സർക്കാരിന് ഈ പണം തിരിച്ചടക്കാനാവോ സാർ? അതെന്താണ് കേരള സർക്കാരിന് വായ്പ കേരള തിരിച്ചെടുക്കേണ്ടത്? പാപ്പരാണ് സാർ. കേരള പാപ്പരാണ്. പിന്നെ പാപ്പരായ സംസ്ഥാനത്തിന് സഹായം ചെയ്താൽ മതി, എന്തിനാ വായ്പ വരുന്നത്? ഒരു മിനിറ്റ്, വായ്പയായിട്ടേ തരൂ. അത് കൃത്യമായി അങ്ങനെയല്ലല്ലോ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത്. തന്നത് അത് ജനത്തിന് ബാലകൃഷ്ണൻ ഏത് കണക്കാണ്? ഞാൻ ബാലകൃഷ്ണൻ ഒരു മിനിറ്റ് കേൾക്കൂ. ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം ഉണ്ടായാൽ അതിന് സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അവരുടെ ആരുടെ സഹായമൊന്നുമല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അവകാശമാണ്. ആ അവകാശം എന്തുകൊണ്ട് കേരളത്തിന് തരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കേരള സർക്കാരിന് കൊടുക്കണേ. കേരളം മുമ്പ് കൊടുത്ത സഹായത്തിന് കണക്ക് കൊടുക്കണം സാർ. മുമ്പ് കൊടുത്ത സഹായത്തിലെല്ലാം കണക്ക് കൊടുത്തിട്ടുണ്ട് കേരളം. ഇല്ല അല്ലാതെ അതൊന്നും ആരും പറയാത്ത കൊടുത്തിട്ടില്ല. അങ്ങനെ ഫെഡറൽ സംവിധാനത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായം ഒരു കണക്കും കൊടുക്കാതെ കേരളം ഇരുന്നിട്ടില്ല. ഇത് ഔദാര്യമല്ല സാർ, ഇത് വയനാട്ടിലെ അവകാശമാണ്. ആ അവകാശം തരാൻ തയ്യാറാവുന്നില്ല കേന്ദ്രം. തന്നല്ലോ, 529 കോടി തന്നു. വായ്പയാണ് ശ്രീ ബാലകൃഷ്ണൻ. വായ്പ 50 കൊല്ലം കൊണ്ട് തിരിച്ചടക്കാനാ പറഞ്ഞത്. 50 കൊല്ലമല്ല, 100 കൊല്ലം, 1000 കൊല്ലം ആയിക്കോട്ടെ, എനിക്ക് ഒരാൾ വായ്പ തരുന്നത് ഒരു ജീവിതകാലം, ഒരു ജന്മകാലം, ഒരു 200 കൊല്ലമായാലും ഈ ഗവൺമെന്റ് തിരിച്ചടക്കാനാവോ? എന്താ പിന്നെ കേരളം ഇതുവരെ എടുത്ത വായ്പ എല്ലാം തിരിച്ചടക്കുന്ന ആരാണ്? കേരളമല്ലേ? അവരൊന്നിച്ചല്ലേ? അവരെന്തിനാ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നത്? അവരൊന്ന് കേരളത്തിന്റെ കാര്യം വരുമ്പോൾ ഒന്നിച്ചിരിക്കും കേരളം മലയാളികൾ. കേരളത്തിന്റെ കാര്യമായതുകൊണ്ടല്ല, അവർ ഇന്ത്യ രാജ്യത്ത് ഒന്നിച്ചാണ്, അവർ പ്രതിപക്ഷമാണ്. അതുകൊണ്ടൊന്നുമല്ല, കേരളത്തിന്റെ കാര്യം ഒന്നിച്ചിരിക്കണം. ബാലകൃഷ്ണൻ ഒന്നിച്ചിരിക്കണം. അത് ബാലകൃഷ്ണൻ നിൽക്കത്തില്ല. ബാലകൃഷ്ണൻ സംസ്ഥാന താല്പര്യത്തെക്കാൾ വലുത് വയനാട് ജനങ്ങളുടെ ഒപ്പമാണ്. ശരി, ഓക്കെ, ഒപ്പമാണെന്ന് പറഞ്ഞാൽ മതി. നാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, പണം വരണം. പണം വന്നല്ലോ. എവിടെ വന്നു? വയനാട്ടുകാരുടെ അവകാശമാണ്. ആ അവകാശം പണം തന്നില്ല എന്നാണ് പറയുന്നത്. കടം തരുന്നോ? 529 കോടി അത് കടമാണ്. 40 ദിവസം കൊണ്ട് 40 ദിവസം കൊണ്ട് ചെലവഴിക്കണമെന്ന് വെച്ച് വായ്പ തരുന്നത് ഇതുവരെ കിട്ടിയ പൈസ ഇവിടെ. ശരി, ഓക്കെ, എന്തായാലും ശ്രീ ബാലകൃഷ്ണനോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. താങ്കൾ ആരെങ്കിലും ഒരാൾ കടം തരുന്നതും ഒരാൾ ഉത്തരവാദിത്തമായി സഹായിക്കുന്നതും രണ്ടും രണ്ടാണ്. അത് തന്നെ ഇപ്പൊ എന്തോ ഒരു ഔദാര്യം പോലെയാണ് അവർ എന്തോ ഒരു വായ്പ തരുന്നത്. ശരി, അങ്ങനെ ജനതയെ കണക്കിലെടുത്താൽ എന്തായാലും കേന്ദ്ര സർക്കാർ അങ്ങനെ ഈ ജനതയെ കണക്കിലെടുത്തായി നമുക്കാർക്കും തോന്നുന്നില്ല. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കേരളത്തിന് ഏതെങ്കിലും ഒരു രൂപ പോലും സഹായം തരാതെയാണ് ഇപ്പോൾ ഒരു വായ്പ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വായ്പ പ്രഖ്യാപിച്ചിട്ട് തന്നെ പറയുന്നത് അത് ഈ മാർച്ച് 31 നിങ്ങൾ ചെലവഴിച്ചിട്ട് കണക്ക് കൊടുത്താൽ ആ പണം തരാമെന്നാണ്. ഇതൊരുമാതിരി മറ്റടുത്ത പണിയായി പോയി. ഇതൊരുമാതിരി പിന്നെ ആളുകളെ കളിയാക്കുന്നതെന്നല്ല പറയാനുള്ളത്, ദ്രോഹിക്കുന്ന ഒരു വല്ലാത്തൊരു ദ്രോഹമായി പോയി. എല്ലാം തകർന്ന് തരിപ്പണായി നാമാവശ്യമായി കിടക്കുന്ന ഒരു പിന്നെ ജില്ലയെ അവിടെ മുസ്ലിം പിന്നെ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് പിന്നെ സത്യത്തിൽ BJP പിന്നെ ഈ കേന്ദ്ര ഗവൺമെന്റ് പിന്നെ മറ്റുള്ള ഒരു രീതിയിലുള്ള ഒരു പരിഗണന കൊടുക്കാത്തത്. അത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെ പോലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അത് ഉറപ്പാണ്. മുസ്ലിം ഭൂരിപക്ഷ സ്ഥലവും ഒന്നുമല്ല, അവിടെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉള്ള സ്ഥലമാണ്. എന്താ കേട്ടില്ല? അവിടെ എല്ലാ വിഭാഗം ആളുകളും ഒക്കെ ഉള്ള സ്ഥലമാണ് വയനാട്. അല്ല, ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അത് നമുക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇവര് വിചാരിക്കുന്നത് ഇവിടെ കേരളത്തിൽ നിന്നും MP-മാരോ MLA-മാരോ പിന്നെ അവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ വലിയ പിന്നെ സഹായങ്ങളൊന്നും ചെയ്യാത്തത് എന്നുള്ള ധാരണയാണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ ജമ്മത്തും കിട്ടാൻ പോകുന്നില്ല. ആളുകൾക്ക് അങ്ങോട്ട് ഇവരെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലല്ലേ എന്തെങ്കിലും ഒരു പിന്നെ അവരടുത്ത് ഒരു മമത കാണുള്ളൂ നമുക്ക്.
ഇതെന്തോന്ന് കാണിക്കണത്? ഒരു കടം കൊടുത്തിട്ടാണ് ഒരു പ്രദേശം മുഴുവനും തകർന്ന് തരിപ്പണായി കിടക്കണത്ത് കടം കൊടുത്ത് അടയ്ക്കാതിരിക്കുക. കടം തന്നെയാണ്. കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ നാളെ കുറെ കാലം കഴിയുമ്പോൾ ബാലകൃഷ്ണൻ പറയുന്നത് കടമല്ല എന്നൊക്കെ പോട്ടെ. എന്തായാലും ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതികരിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. 2024 ജൂലൈ 30 ഈ ദുരന്തം ഉണ്ടായത്, വയനാട് ദുരന്തം. എന്നിട്ട് ഇപ്പൊ 7 മാസം കഴിഞ്ഞു. ഈ 7 മാസം കഴിഞ്ഞപ്പോ ഇപ്പോ 530 കോടി രൂപ അനുവദിച്ചു. അത് തിരിച്ചടയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഗോവയ്ക്ക്, ആന്ധ്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം ഗ്രാന്റ് ആയിട്ട് പൈസ കൊടുത്തു. അപ്പൊ ഈ കേരളത്തോട് തികച്ചും അവഗണനയാണ് കേന്ദ്രം കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ട് പോയതാണ്. വന്നിട്ട് ആ പിള്ളേരുടെ മുഖത്ത് ഉമ്മ വെക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനത്തെ പണി കേരളത്തോട് കാണിച്ചു എന്ന് പറയുമ്പോ പിന്നെ എന്താ പറയേണ്ടത്? ഇവിടെ 3.5 കോടി ജനങ്ങളുണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കേന്ദ്രം ഭരിക്കുന്നവർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇത് ജനങ്ങൾ എനിക്കിതേ പറയാനുള്ളൂ. ശരി, ശ്രീ സന്തോഷാണ്. ശ്രീ ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, ന്യായമായും ഇങ്ങനെ ഒരു ദുരന്തം, അസാധാരണമായ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ആ നാടിനെ സഹായിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ സഹായിക്കാറുമുണ്ട്. പക്ഷേ കേരളത്തോട് മാത്രം അങ്ങനെ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വായ്പ തരികയും ആ വായ്പയ്ക്ക് വ്യവസ്ഥ വെക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് സഹായം തന്നത് പോലെയല്ലേ ഇത്. ഇപ്പം വീടും ജീവനും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടതല്ലേ നമ്മൾ വാർത്തയിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പം പലിശരഹിത വായ്പ എന്നുള്ള രീതി പറഞ്ഞാൽ പോലും കടമായിട്ട് കൊടുക്കുന്ന രീതിയിലല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഈ കടം ആര് തന്നാലും കടം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഒരാള് ഒരു ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പലിശരഹിതമായിട്ട് വായ്പ തരാം എന്ന് പറഞ്ഞാൽ അയാൾ അവസ്ഥ എങ്ങനെ ഇരിക്കും? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അതെ, അത് തന്നെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള വിഷമത്തിലുള്ള ഒരു അവസ്ഥയാണ് കേരളം. എല്ലാത്തിലും പല ബുദ്ധിമുട്ടിലാണ്. ശ്രീമതി ജയ ആണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വയനാടിനെ പോലെ ഒരു ജനതയെ ഇത്രയേറെ സ്വന്തം വീട് നഷ്ടപ്പെട്ടു എന്നല്ല, വീട് നിന്ന സ്ഥലം പോലും നഷ്ടപ്പെട്ടു. അത് എവിടെയാണ് എന്ന് നമുക്ക്, എൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം ഇതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പോലും ആളുകൾക്കില്ല. അവിടെയൊക്കെ വലിയ മണ്ണൊക്കെ വന്ന് മൂടി ഇവിടെ എവിടെയാണോ എൻ്റെ വീടുണ്ടായിരുന്നത് എന്നത് കാണാൻ പറ്റാത്ത ഒരു ജനത. അങ്ങനെ നിൽക്കുന്ന മനുഷ്യരൊക്കെ സഹായിക്കേണ്ടതിന് പകരം അവർക്ക് കടം തരാമെന്ന് പറയുകയും കടം തന്നാൽ കടത്തിന് വ്യവസ്ഥ വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സർക്കാർ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. മാർച്ച് 31-നകം ഈ തന്ന പൈസയും ചെലവാക്കണം. അവര് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് ചെലവാക്കാനും പാടുള്ളൂ. അപ്പൊ അത് നമ്മളെ കേരളത്തിനോട് കാണിക്കുന്ന ഭയങ്കര അവഗണനയാണ്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇത്ര ആൾക്കാർ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുമ്പം പ്രൈം മിനിസ്റ്റർ വന്ന് കണ്ടു, നമ്മുടെ കേന്ദ്ര മന്ത്രിമാര് 2 പേര് വന്ന് കണ്ടു. അവർക്കെല്ലാം അവർക്ക് 2 മലയാളികൾക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഇങ്ങനെയാണ് പ്രശ്നമുണ്ട്, കേരളം ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ട് ആ പൈസ കൊടുക്കണം. ഇതെന്താ ഇവര് പ്രധാനമന്ത്രിയുടെ കൂടെ നടന്ന് കണ്ട ആളാണ് ശ്രീ സുരേഷ് ഗോപിയൊക്കെ. അതെ അതെ അതെ, ഷൂ ഒക്കെ ഇട്ട് ഭയങ്കര ഫിലിം സ്റ്റാറിന്റെ കണക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? മറ്റേ ജോർജ് കുര്യൻ ഉണ്ടല്ലോ, നമ്മള് പാവപ്പെട്ടവരാന്ന് പറഞ്ഞാല് പൈസ തരുമെന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിനും പറഞ്ഞു മനസ്സിലാക്കി പൈസ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. ഇത് ഭയങ്കര മോശമായി പോയി. ഇനി വരുന്ന ഇലക്ഷന് ഒരു സീറ്റ് എന്നല്ല, ഒരു വോട്ട് പോലും ഇവർക്ക് കൊടുക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു കളിപ്പിക്കലാണ്. ഇവിടെ ഒരു പിണറായി സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുക എന്നുമ്പോ അതിന് എങ്ങനെയും ഇട്ട് അമർത്തുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. അതിന്റെ ഒരു കാരണമാണ് ഇവിടെ 2 MP-മാരുണ്ട്. ഇവിടെ ഒരു MP ഉണ്ട്, അല്ല വയനാട്ടിലെ ഒരു MP ഉണ്ട്. എന്നിട്ട് ഇവരോ ആരോ ഇതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം ഇതുവരെ മുണ്ടിയിട്ടില്ല. അങ്ങനെയല്ല ശ്രീ മുഹമ്മദ്, വയനാട് MP യും കേരളത്തിലെ എല്ലാ MP-മാരും കേരള സർക്കാരും ഒക്കെ പലതവണ ഇത് ലോക്സഭയിൽ ഉന്നയിക്കുകയും ഔദ്യോഗികമായി നിവേദനം കൊടുക്കുകയും എത്രയോ കാലമായി, കഴിഞ്ഞ 7 മാസമായി, 7 മാസത്തിനിടയിൽ എത്ര തവണ ഉന്നയിച്ചാണ് ലോക്സഭയിൽ കേരളത്തിലെ MP-മാരൊക്കെ പ്രതിഷേധം ഉയർത്തിയതാണ്, ഒക്കെ ചെയ്തതാണ്. അത് അവരാരും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. അത് നമ്മൾ ചെയ്ത കാര്യത്തെ തള്ളിക്കളയേണ്ട കാര്യമില്ല. സാറേ, MP-മാർ ചെയ്താൽ അത് അതിൻ്റെതായിട്ടുള്ള ഒരു വിലയും അങ്ങനെ ഒരു വില കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഒരു സംസ്ഥാനത്തിന് പോലും വില കൊടുക്കുന്നില്ല, പിന്നല്ലേ ഇനി MP-മാരുടെ വില കൊടുക്കുന്നത്? പിന്നെ ഇനി എന്താണ് സാറേ അതിന് പറയാനുള്ളത്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവര് ഇവിടെ കേരളത്തിൽ പട്ടിണി കിടക്കണ മനുഷ്യനായി
പേരല്ലാത്ത മനുഷ്യനെയും ഒന്ന് സഹായിക്കണം. ശരി, ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അവകാശപ്പെട്ടത് ഗ്രാന്റ്, ആവശ്യപ്പെട്ടതും ഗ്രാന്റ്, അതാണ് ശരി. അതിന് പകരം ഗ്രാന്റും ആവശ്യപ്പെട്ടു, നമ്മൾ വായ്പയും ആവശ്യപ്പെട്ടിരുന്നു. ഗ്രാന്റ് കൊണ്ട് മാത്രം അവർ വലിയ സഹായം തരുന്നില്ലെങ്കിൽ ബാക്കി കുറച്ച് തുക വായ്പ വേണം എന്ന് കൂടി ആവശ്യപ്പെട്ടിരുന്നു. ആ വായ്പ അതെ, ശരിയാണ്. ഇത് ഈ 529 കോടി ഈ 45 ദിവസം കൊണ്ട് ചെലവാക്കണം. ഒരു മനുഷ്യനും സാധിക്കാത്തതാണ്. നല്ല ലാൻഡ്സ്കേപ്പ് ഉള്ളൊരു സ്ഥലത്ത് വീട് പണിയണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു 6 മാസം വേണം. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് ആകെ കടലായി കിടക്കുന്ന ആ ഭാഗത്ത് ഈ 45 ദിവസം കൊണ്ട് ഈ 529 കോടി 529 ഉറുപ്പിയല്ലല്ലോ അത് ചെലവാക്കാൻ എങ്ങനെ സാധിക്കും? അപ്പൊ അത് കളിപ്പിക്കല് തന്നെയാണ്, സംശയമില്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മോഹൻദാസ് ആയിരുന്നു ശ്രീ ആലത്തൂരിൽ നിന്ന്. ശ്രീ മുനീറാണ് തൃത്താലയിൽ നിന്നും. ശ്രീ മുനീർ, താങ്കൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടിനെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. മുനീറാണ് കർഷകർക്ക്. പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞിരുന്നു പേര്. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു കേന്ദ്ര ഭരണത്തിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം. ഒരു 523 കോടി രൂപ 1.5 മാസം കൊണ്ട് ചെലവഴിക്കാൻ ഈ കേരള സർക്കാരിന് കഴിയില്ലെങ്കിൽ അത് കേന്ദ്രം ആ 1.5 മാസം കൊണ്ട് നടത്തി കാണിക്കുമെന്ന് പറയാനുള്ള ഇച്ഛാശക്തി കാണിക്കണം. കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം എന്താ പറയാ ഒന്നിനും പറ്റാത്ത രീതിയിലാക്കുന്നൊരു നടപടിക്രമമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനും കാട്ടി നല്ലത് വയനാട്ടിലെ ആ ദുരിതഭൂമിയിലെ ജനങ്ങൾക്ക് ഉറക്ക കൊടുക്കാതെ ഇതിനും നല്ലത്. ഈ 1.5 മാസം കൊണ്ട് 7-8 മാസം അവിടെ ദുരിതം നടന്നിട്ട് ഇന്നിത് കേരളം ചോദിച്ച് കിട്ടിയ ഒരു ഫണ്ടാണ്. അത് 1.5 മാസം കൊണ്ട് ഉപയോഗിക്കണമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് എത്ര ഇച്ഛാശക്തി ഉണ്ട്, എത്രമാത്രം വിവരവും വിദ്യാഭ്യാസം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര സർക്കാർ ആ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 1.5 മാസം കൊണ്ടല്ല, ഒരു 3 മാക്സിമം 1 കൊല്ലത്തിനെങ്കിലും അത് പണി പൂർത്തീകരിക്കും. അതിന് തർക്കമൊന്നുമില്ല കാര്യത്തില്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ്, സന്തോഷാണ്, ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലും സാധിക്കുമായിരുന്നു. ഇപ്പൊ ഈ മാർച്ച് 31 ഈ കട നമുക്ക് തന്ന 529 കോടി രൂപ അത് ചെലവാക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കാര്യം സാധിക്കാത്തതാണ്. ഇത് ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. മോദിക്ക് മാത്രമേ ഇത് ഈ പൈസ ചെലവാക്കാൻ പറ്റുള്ളൂ. ഒരു 10 വട്ടം അമേരിക്കയ്ക്ക് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ആ പൈസ തീരും. ആ പണിയല്ലല്ലോ നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി മോദി ആ പൈസ മുടക്കി? ആ പൈസ മതിയായിരുന്നല്ലോ നമുക്ക്. ആ പ്രധാനമന്ത്രി വന്ന പൈസ മതിയായിരുന്നല്ലോ നമുക്ക്. എത്ര ചെലവാക്കിയെന്ന് പിന്നെ പറയുന്നിട്ട് ഈ ബെയിലി പാലം പണിത് അതൊക്കെ സൈനികരെ ഒരു കടമയാണ്, അവർ ചെയ്യേണ്ടതാണ്. ബെയിലി പാലം ഉണ്ടാക്കിയത് കേന്ദ്രം ചെയ്തതൊക്കെ അത് ചെയ്യേണ്ടതാണ്. നമ്മളെ ടാക്സ് കൊണ്ടല്ല ഇവര് തന്നെ ജീവിക്കുന്നത്. നമുക്ക് ഇവരെ പറയാനുള്ള അവകാശമുണ്ട്. കാരണം നമ്മളെ ടാക്സ് ഒരു തീപ്പെട്ടി മേടിച്ചാൽ പോലും അതിന്റെ ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവരെ നമുക്ക് എന്തും പറയാം, രാഷ്ട്രീയക്കാരെ. ഇല്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കാൻ പാടില്ല. ചിലർ പറയുന്നത് പ്രധാനമന്ത്രിയെ പറയാൻ പാടില്ല, മന്ത്രിമാരെ പറയാൻ പാടില്ല. എല്ലാരെയും പറയും. കാരണം എന്താ വെച്ചാൽ നമ്മളെ അവകാശമാണ്. ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം, കൂലിപ്പണിക്ക് പോകുമ്പോൾ നോക്കണം. ഞങ്ങൾ പറയും. പിന്നെ 18 എംപിമാരെ, ഈ 18-19 എംപിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഉന്നത മന്ത്രി ഉണ്ടല്ലോ, അയാൾക്കെന്താ ഇത് അവിടെ പരിഹരിച്ചൂടെ? മന്ത്രിയുടെ അത്ര പവറൊന്നും ഇല്ല എന്തായാലും എംപിക്ക്. ഏത് സമയത്തും മോദിജിയുടെ അടുത്ത് അയാൾക്ക് സ്വാഗതം ഉള്ളതല്ലേ, അത് പറഞ്ഞൂടെ? ഇനി ഇല്ലെങ്കിൽ വയനാട് ജില്ലയെ അവിടെ ഒരു ബോർഡ് വെക്കണം, ഇത് ഉന്നതകുല ജാതർ താമസിക്കുന്ന ജില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ചിലപ്പോൾ കിട്ടുമായിരിക്കും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ പ്രതികരണം അങ്ങനെ. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തുനിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് പ്രതിഷേധിക്കുകയാണ്. യോജിച്ച സമരത്തിനടക്കം തയ്യാറാണെന്നാണ് കെ സുധാകരൻ ഇന്ന് പറഞ്ഞത്. കേരളം വയനാടിന് വേണ്ടി ഗ്രാന്റ് ചോദിക്കുമ്പോൾ അവിടെ വായ്പ നൽകുകയും വായ്പയ്ക്ക് 42-43 ദിവസത്തിനുള്ളിൽ ഈ 529 കോടി രൂപ ചെലവഴിച്ചിട്ട് കണക്ക് കൊടുത്താൽ പൈസ തരാം എന്നൊക്കെ പറയുന്ന വ്യവസ്ഥ, അങ്ങനെ വിചിത്ര വ്യവസ്ഥ വെച്ച് കേരളത്തെ ഒരു തരത്തിൽ പരിഹസിക്കുകയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമസ്കാരം കിരൺ. നമസ്കാരം. എനിക്ക് ആദ്യമേ നവ്യ ഹരിദാസിന് ഒരു മറുപടി കൊടുക്കാനുണ്ട്. ഇന്ന് രാവിലെ നിങ്ങളുടെ ചാനലിനകത്ത് ചർച്ചയുണ്ടായിരുന്നു. തൽക്കാലം നവ്യ ഹരിദാസിന്റെ മറുപടിയൊക്കെ പറയാതെ നമുക്കിപ്പോ ശ്രീ മൊയ്തീൻ കുഞ്ഞിന്റെ അഭിപ്രായം പറയൂ. അഭിപ്രായം പറയാനാണെങ്കിൽ കേരളത്തിലെ 2 എംപിമാരുണ്ട്, മന്ത്രിമാരുണ്ട്. അവർക്ക് മലയാളം അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. മോദിക്കാണെങ്കിൽ മലയാളം അറിയത്തില്ല. അതുകൊണ്ട് ഈ കേരളത്തിലുള്ള കംപ്ലീറ്റ് BJPക്കാരും ഈ RSSകാരും ഈ കേരളം വിട്ട് ഒന്ന് മാറി തരണമെന്ന് ഒരു വലിയ അപേക്ഷയുണ്ട്. ഉത്തർപ്രദേശിലോട്ട് പോട്ടെ,
ബാക്കിയുള്ള ജനങ്ങൾ ഒന്നും പറയരുത് ശ്രീ മൊയ്തീൻ, അത് ശരിയല്ല. നമ്മൾ അങ്ങനെ അവര് രാഷ്ട്രീയ പാർട്ടിക്കാർ നമുക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ട് എന്ന് വെച്ചാൽ അവർ വേറെ സംസ്ഥാനത്തേക്ക് പോകുന്നത് വെച്ചാൽ അങ്ങനെ എന്താ ഉത്തർപ്രദേശ് സംസ്ഥാനം അങ്ങനെ ഈ ഇവരുടെ ഏതെങ്കിലും RSSുമായി ബന്ധപ്പെട്ടതോ BJPയുമായി ബന്ധപ്പെട്ട സംസ്ഥാനമാണോ? അല്ലല്ലോ. ഉത്തർപ്രദേശിലൊക്കെ BJP ഭരണം വന്നിട്ട് ഇപ്പോഴല്ല, അതിൽ കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസും അവിടെ സമാജ്വാദി പാർട്ടിയും BSPയും ഒക്കെ അല്ലേ. BJP ഇപ്പോഴല്ലേ അധികാരത്തിൽ കുറച്ച് വരാൻ തുടങ്ങിയത്. നമ്മൾ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ആ രീതിയാണ്. ശരി, പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പറയരുത്. വിമർശനം പറയാം. നമുക്ക് വിമർശനം പറയുമ്പോൾ നമ്മൾ നിങ്ങൾ അതല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുമോ എന്ന് പറയുന്നതൊക്കെ അത് ഒരു ശരിയായ വിമർശനമല്ല, അതൊരു ക്രിയേറ്റീവായ വിമർശനം. മോദി ട്രംപുമായിട്ട് ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. ഷിബുവാണ് കണ്ണൂരിൽ നിന്നും. ഷിബു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഞാൻ ഈ വിഷയത്തെ കാണുന്നത്, ഹലോ പറഞ്ഞോളൂ. ഈ വിഷയത്തെ കാണുന്നത് ഈ വയനാട്ടിലെ ചൂരൽമലയിൽ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. കാരണം ഇത് കേരളത്തോട് ബാക്കിയുള്ള എല്ലാ ഏത് മേഖലയിൽ എടുത്താലും ഏത് കാര്യങ്ങൾ എടുത്താലും നമ്മളോട് ഒരു ശത്രുതയോട് കൂടിയുള്ള പെരുമാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഉദാഹരണം പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട്. നമ്മുടെ ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാത്തത് മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നോക്കണ്ട. വളരെ നിസ്സാരമായ ഒരു കാര്യം. അതിന് പോലും നമുക്ക് അനുമതി തരുന്നില്ല. ശ്രീ വിക്രമനാണ് അടൂരിൽ നിന്ന്. ശ്രീ വിക്രമൻ, താങ്കൾ എങ്ങനെയാണ് വയനാട് പോലൊരു സ്ഥലത്ത് ഇത്ര വൈകിയ വേളയിലെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു ഗ്രാന്റ് ഉണ്ടാവും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പ്രധാനമന്ത്രിയൊക്കെ വന്ന് കണ്ടുപോയതല്ലേ, എന്തായാലും ഇത്തിരി വൈകിയാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ ഗ്രാന്റ് ഇല്ല എന്ന് മാത്രമല്ല, അവിടെ കടം കൊടുത്തിട്ട് ആ കടത്തിന് വ്യവസ്ഥ കൂടി വെച്ചിരിക്കുകയാണ്. സാറേ നമസ്കാരം. നമസ്കാരം. പറയാനാ 7 മാസം കഴിഞ്ഞപ്പോഴേ തീവ്ര വായ്പ വന്നിരിക്കുന്നത് തീവ്ര ദുരന്തം ഉണ്ടായിരുന്ന 7 മാസം കഴിഞ്ഞാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഈ അവസാന മണിക്കൂർ പറയാം ഞങ്ങൾ 529 കോടി രൂപ തരാം, നിങ്ങൾ 43 ദിവസം കൊണ്ട്. ഇതെന്തോ ഒരു വിവരം. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ കണ്ട് ഈ മന്ത്രിമാർ പോയിട്ട് ഇവർക്ക് പോലും വിവരമില്ലാത്ത ഒരു കാര്യമായി പോയല്ലോ സാറേ. ആരെങ്കിലും ഏത് സർക്കാർ ഈ 529 കോടി രൂപ ചെലവാക്കി എങ്ങനെ ചെലവാക്കുമെന്ന് ഇവർ പറയുന്നത്? അപ്പൊ ഇത് തന്നെന്നുമായി നിങ്ങൾ ചെയ്യാത്ത ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലെന്ന് പറയിക്കാൻ വേണ്ടി തന്നതാണ് ഈ പൈസ. അത് സ്വാഭാവികമായും ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുള്ള വിഷയം തന്നെയാണ്. ഞങ്ങൾ തന്നു എന്ന് ഓഫർ ചെയ്തു, എന്നാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ കുറ്റമാണോ എന്നൊക്കെ ഭാവിയിൽ വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യും അവർ. ശ്രീ രവിയാണ് മലപ്പുറത്ത്. ശ്രീ രവി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഞാനൊന്നും പറയാം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി വിജയൻ, ആ ഹെലികോപ്റ്ററിന് വാടക മാത്രം കൊടുത്താൽ മതി അവിടെ. അതെന്താ ആരും പറയാത്ത? ഈ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി കൊടുക്കുന്ന ഹെലികോപ്റ്റർ വാടക കൊണ്ട് അവിടെ പൈസ കൊടുത്താൽ പോരെ? അതങ്ങനെ പകുതിയല്ല മുഴുവൻ കൊടുത്താലും അമേരിക്ക പോലെ കുണ്ടി ചികിത്സ പോലെ പൈസ കൊടുത്താൽ പോരെ? നിങ്ങൾ കുറെ കൂടി മാന്യമായി സംസാരിക്കണം ശ്രീ രവി. പിന്നെന്താ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ? അങ്ങനെയല്ലല്ലോ. അതിന് ഒരാൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുന്നതുകൊണ്ട് പണം കൊണ്ട് അവിടെ വയനാട് നിർമ്മിക്കാൻ കഴിയും. താങ്കൾ കണക്കറിയില്ലേ? ചൂരൽമലയിൽ ഞാൻ പോയതാ. അതിന് താങ്കൾ പോയിട്ട് ആ ചൂരൽമല നിർമ്മിക്കാൻ ഈ പറയുന്ന 1-2 കോടി ഇന്ത്യ അടുക്കുന്ന പൈസ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് പിടിച്ചപ്പോ സീറ്റ് പോയിന്റ് ബക്കറ്റ് പിരിവ് ആ കോടിക്കണക്കിന് ഉറുപ്പിക പിണറായി വിജയന്റെ കയ്യിലുണ്ടല്ലോ. ആ പൈസ ചെലവാകത്തെ കേരളത്തിന്റെ കയ്യിൽ പണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ. കേന്ദ്രം പണം തരാൻ ബാധ്യസ്ഥരല്ലേ, അവർക്ക് ഉത്തരവാദിത്തമില്ലേ? ഉത്തരവാദിത്തം അവർ നിർവഹിക്കണല്ലോ. എവിടെ നിർവഹിച്ചു? 1 രൂപയെങ്കിലും തന്നോ? കേരളത്തിന്റെ പൈസ എന്ത് ചെയ്തു നിങ്ങൾ പറയും? ശ്രീ രവി, അതല്ല കേന്ദ്രത്തിന് തരാൻ ഉത്തരവാദിത്വം. അതവിടെ നിൽക്കട്ടെ ശ്രീ രവി. കേരളം സ്വന്തമായി ചെയ്യുന്ന ഇപ്പൊ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേരളമല്ലേ ചെയ്യുന്നത്? കേന്ദ്രം 1 രൂപയെങ്കിലും തന്നോ? ഒരു ശവം കുഴിച്ചത് ശ്രീ രവി, കേന്ദ്രം 1 രൂപയെങ്കിലും തന്നോ? ഇതിന്റെ കൂടുതൽ നിങ്ങൾ പറഞ്ഞോ? ശ്രീ രവി അത് പറയൂ. കേന്ദ്രം 1 രൂപയെങ്കിലും തന്നോ? കേന്ദ്രം തന്നിട്ട് പൈസ 1 രൂപ തന്നില്ല, വായ്പ തരാമെന്നാണ് പറഞ്ഞത്. 529 കോടി രൂപ. അത് പ്രളയം ഉണ്ടായപ്പോ വായ്പ തിരിച്ചു മേടിച്ച ഊഹങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ച്. മാധ്യമങ്ങളൊന്നുമല്ല സൃഷ്ടിച്ചത്, വായ്പയാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. വായ്പ അതും തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചെലവഴിക്കും. പൈസ തന്നിട്ട് തിരിച്ചു മേടിക്കുന്ന രവി, താങ്കൾക്ക് അങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ തോന്നും. പക്ഷെ ന്യായീകരിക്കുമ്പോൾ അതിന് ചില വസ്തുക്കൾ കൂടി അതിനകത്ത് വേണം. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇത് കണ്ടുപിടിക്കണ്ടല്ലോ. ഞങ്ങളും എല്ലാം ഇത് കണ്ടോണ്ടിരിക്കുകയാണ് ശ്രീ രവി. നമ്മളാരും കേന്ദ്ര സഹായം തന്നത് ഇതുവരെ ഞങ്ങളാരും അറിഞ്ഞില്ല. ഉണ്ടാവില്ല, തന്നില്ല. അതുകൊണ്ട് അറിയാത്തത്. ഒരു കണ്ണല്ല 2 കണ്ണും തുറന്നിരുന്നിട്ട് എങ്ങും തരുന്നത് കാണുന്നില്ല. മാധ്യമ സൃഷ്ടികൾ 2 കണ്ണും തുറന്നിരിക്കുക. തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കൂ. ഞാൻ വാട്സപ്പ് ചെയ്തുതരാം. ശരി, ഓക്കെ. താങ്കൾ വാട്സപ്പ് ചെയ്യൂ. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതൊന്നും വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താങ്കൾക്ക് അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതോടൊപ്പം തന്നെ ശ്രീ പത്മരാജാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പത്മരാജ്, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? വിഷയം നമ്മൾ ശ്രമിച്ചാൽ ഈ 1.5 മാസം കൊണ്ട് ഈ 572 കോടി രൂപ വിനിയോഗിക്കാൻ ഒരു മാർഗനിർദ്ദേശം ഉണ്ടാക്കാൻ മേലെ കേരള സർക്കാർ വിചാരിച്ചാൽ
529 കോടി രൂപ അവിടെ പുനർനിർമ്മാണത്തിന് വേണ്ടി ഒരു മാസം കൊണ്ട് 40 ദിവസം കൊണ്ട് ചെലവഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഏറെക്കുറെ സാധാരണഗതിയിൽ നടക്കാറില്ല. നീ അത്ര അത്യസാധാരണമായ സാധാരണഗതിയിൽ നിന്നല്ല, അതെല്ലാം സ്പീഡപ്പ് വർക്ക്. അത് നമ്മുടെ കഴിവുകേടിനെ തുറന്നു അതെങ്ങനെയാണ് കഴിവുകേട്? ഈ 40 ദിവസം കൊണ്ട് 529 കോടി രൂപ ചെലവഴി അവിടെ വീടൊക്കെ നിർമ്മിക്കേണ്ടത്, അല്ലാതെ വേറെ ഏതെങ്കിലും വീടുകൾ നിർമ്മിക്കുന്നതെന്ന് ഒരു മാർഗരേഖ മൊത്തം ചെലവാക്കാനല്ല അവർ പറഞ്ഞേക്കുന്നത്. അതിനൊരു മാർഗനിർദ്ദേശം വെച്ചാൽ മാർഗനിർദ്ദേശം വെച്ചേക്കുന്നത് വീട് നിർമ്മിക്കാനും അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാനും അത്തരം ദുരന്ത പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പണമാണ്. അത് നമ്മൾ കയ്യിൽ നിന്ന് കാശെടുത്ത് ചെലവഴിച്ച് 31 കണക്ക് കൊടുത്താൽ അത് വായ്പ തരാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്രയോ കോടികൾ വന്നിട്ടില്ലേ? അത് തന്നെ ദുരിതാശ്വാസ നിധിയിൽ വരുന്ന കോടികളുടെ കണക്കല്ലല്ലോ നോക്കേണ്ടത്. കേന്ദ്രം സഹായിക്കില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടില്ലല്ലോ. ഇത് 7 മാസം കഴിഞ്ഞില്ലേ, ഇനി എന്നാ സഹായിക്കുന്നത്? അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനുശേഷം ഭരണാധികാരികൾ കറക്റ്റായിട്ട് നമ്മുടെ പഴയ കാലത്തെ രാജഭരണം പോലെ ഒരു അടിയന്തര ഘട്ടത്തിൽ വിനിയോഗിക്കാനുള്ള ഒരു പ്രോഗ്രാം ഇതിപ്പോ രാജഭരണം പോലെ ആയിരിക്കാണ്. രാജഭരണത്തിലായിരുന്നു അങ്ങനെ രാജാവിന് താല്പര്യമുള്ള സ്ഥലങ്ങൾക്ക് മാത്രം കൂടുതൽ പണം കൊടുക്കുക, അല്ലാത്തത് കൊടുക്കാതിരിക്കുക. അതല്ല ഇപ്പൊ നിങ്ങള് മാധ്യമപ്രവർത്തകരോടൊക്കെ പരസ്പരം കുറ്റം പറയാൻ വേണ്ടി അല്ല ശ്രമിക്കേണ്ടത്. നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാന്നല്ലേ നോക്കണ്ട. അല്ലാതെ ഇപ്പൊ ഇതിന് മുൻപോട് പറഞ്ഞവരെല്ലാരും കേരള സർക്കാരിനെയും മറ്റേ പ്രധാനമന്ത്രിനെ അടക്കം കുറ്റം പറഞ്ഞല്ലോ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പത്മരാജൻ, കുറ്റം പറയേണ്ട ഘട്ടത്തിൽ കുറ്റം പറയണ്ടേ? അവര് നമ്മളെ സഹായിക്കാവുന്ന വന്ന് കണ്ടിട്ട് പോയതല്ലേ പ്രധാനമന്ത്രി? ഇപ്പൊ റിപ്പോർട്ട് പ്രധാനമന്ത്രി വന്നു കണ്ടു എങ്കിൽ, ഉദാഹരണം ഞാൻ ചോദിക്കുന്ന തെറ്റല്ല, എന്റെ വീട്ടിലൊരു അപകടം നടന്നു എങ്കിൽ ഞാനല്ല ആദ്യം മാർഗനിർദ്ദേശമല്ല, ഞാനല്ല അതിന് മാർഗം കാണേണ്ടത്. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കൂടി വീടാണ്. വരുമെന്നും പറഞ്ഞിരുന്ന കിട്ടുമോ? നമ്മുടെ കൂടി വീടാണ് ഇത്. കേന്ദ്ര സർക്കാരിന് കൂടി ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ചോദിച്ചത് എന്റെ വീട്ടിലൊരു അപകടം അവിടെ ചെയ്തല്ലോ കേരള സർക്കാരല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കേരള സർക്കാരല്ലേ? ഇതുവരെ എന്താണ് അവിടെ നടത്തിയെങ്കിൽ 50 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ 250 അല്ലെ 500 വീട്ടുകാർക്ക് 250 CR ആവുന്നുള്ളൂ. ശ്രീ പത്മരാജ്, അവിടുത്തെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ടവർക്ക് വീടില്ലാത്ത അവസ്ഥ വന്നോ? അവരെല്ലാം താൽക്കാലിക വീടുകളിൽ താമസിപ്പിക്കുന്നില്ലേ? പുറത്തുനിന്ന് തന്നെ എത്രയോ പത്മരാജ് ഇപ്പോഴും ആ കാര്യമൊക്കെ പറയുന്നല്ലാതെ അതുപോലെ നിങ്ങളുടെ റിപ്പോർട്ടർ ടിവിക്കാർ തന്നെ 150 കേന്ദ്ര സർക്കാർ എത്ര പേർക്ക് ഉണ്ടാകുന്നത് കിട്ടായി ഉള്ളത്? ശരി, ഓക്കെ. എല്ലാവർക്കും മുൻഗണനാക്രമത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ കേന്ദ്രത്തിന്റെ തന്നെ പിടിച്ചു വാങ്ങിയത് പിടിച്ചു വാങ്ങുന്നതല്ല പത്മരാജ്, അവർ തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പത്മരാജ്, കേന്ദ്രത്തിൽ പണം ഇടുന്നതാണ്, നമ്മളെ പോലെ സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന പണമല്ലേ? ആ പണം എടുത്ത് കൈവെക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതനുസരിച്ചുള്ള പുരോഗതികളും ഉണ്ടാകുന്നില്ല. ഇങ്ങോട്ട് പണം തരുന്നില്ല, അതാണ് പറഞ്ഞത്. പണം തരില്ല എന്ന് ആരും പറയുന്നില്ല. വിനിയോഗം ശരിയല്ല. കേരള സർക്കാരിന്റെ കേരള സർക്കാരിന്റെ മുന്നോട്ടുള്ള മാർഗങ്ങൾ ശരിയല്ല. കൊയിലാണ്ടിയിൽ നിന്നും ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വയനാട് പോലുള്ള സ്ഥലത്തിന് എന്തായാലും നമുക്ക് സഹായം നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, എല്ലാവരും പ്രതീക്ഷിച്ചാണ്, രാഷ്ട്രീയ അതീതമായി തന്നെ ആളുകൾ പ്രതീക്ഷിച്ചാണ്, വൈകിയാണെങ്കിലും തരുമായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഒടുവിൽ വായ്പ തരാം എന്നാണ് പറയുന്നത്. ഏതായാലും കുറച്ച് സമയം കിരണങ്ങൾക്ക് അനുവദിക്കണം, എന്നാലും എനിക്ക് പറയാൻ കഴിയും. കുഴപ്പമില്ല, വേഗത്തിൽ പറഞ്ഞോളൂ. അതായത് കേരളത്തെ അപമാനിക്കുകയാണ്, പരിഹസിക്കുകയാണ്, അപഹസിക്കുകയാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ കേന്ദ്രം നമ്മോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 3 ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത്. അവിടെ ചൂരൽമഴയിലും മുണ്ടക്കയവും അതേപോലെ തന്നെ അട്ടമലയും ഒക്കെ ആടത്തെ ജനങ്ങൾ മുഴുവൻ ഒലിച്ചു പോവുകയാണ്. ഏതാണ്ട് 450ഓളം ആളുകൾ മനുഷ്യജീവനുകൾ അവിടെ പൊലിഞ്ഞിട്ടുണ്ട്. 150 മനുഷ്യജീവനുകൾ എവിടെയെന്ന് ഇതുവരെ കണ്ടെത്തില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചതാണ്. പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതാണ് ഇവിടുത്തെ എല്ലാ അനുഭവവും. അവിടെയുള്ള ആളുകളോട് ചോദിച്ചും അറിഞ്ഞും അന്വേഷിച്ചും ഒക്കെ പോയ ഒരു പ്രധാനമന്ത്രി നമുക്ക് ഇന്ന് വരെ ഒരു സഹായം തന്നില്ല എന്നത് ഇത്രമാത്രം ധിക്കാരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കാരണം അത്രമാത്രം അവിടെ ആളുകളൊക്കെ കഷ്ടപ്പെടുകയാണ്. ക്യാമ്പുകളിലൊക്കെ ആ ദുരിതം അനുഭവിക്കുകയാണ്. അവർക്കൊരു സഹായം ചെയ്യാൻ ദേശീയ ദുരന്തമായി എന്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൂടാ? എന്തുകൊണ്ട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൂടാ? ഒരു ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു അപകടം നടത്തിയിട്ട് എന്തുകൊണ്ട് ഇത് കാണാതെ പോന്നു? ഇത് കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ അതേക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാല് കേരളത്തിലെ എല്ലാ MP-മാരും MLA-മാരും നാട്ടുകാരും കേരളീയരും ഒക്കെ തന്നെ ഇതിനെതിരെ ശക്തമായി ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ രാഷ്ട്രീയമെല്ലാം നമുക്ക് നോക്കേണ്ടത്. ഇവിടെ മറ്റു ചിന്തകളെല്ലാം നമുക്ക് ആവശ്യം. നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്രത്തോട് ഈ അവകാശം നേടിയെടുക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് വേണ്ടത്. എല്ലാ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ അവകാശം നേടിയെടുക്കാൻ കഴിയൂ. ആ രീതിയിലൊക്കെ ചിന്തിക്കാനുള്ള ഒരു മനോഭാവം. ശ്രീ മണ്ലാൽ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മൊയ്തീൻ കുഞ്ഞ് കായംകുളം എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചായിരുന്നോ? എന്ത് പറ്റി? പറഞ്ഞോളൂ.
അല്ല അയാൾ ഇവിടുന്ന് ആൾക്കാരെയൊക്കെ എങ്ങോട്ടോ പറഞ്ഞു വിടണമെന്നൊക്കെ പറയണ കേട്ടു. ഞാൻ അന്നേരം തന്നെ മറുപടി കൊടുത്തു. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, പന്നിയുടെ മോട് പറഞ്ഞാല് വൃത്തികേട് പറയരുത് ശ്രീ മണ്ഡൽ, അങ്ങനെയല്ല. താങ്കൾ കുറെ കൂടി മാന്യമായി പ്രതികരിക്കണം. അത്തരം വൃത്തികേടുകൾ പറയരുത്. ഇതൊരു പൊതുവേദിയാണ്. അത്തരം സ്ഥലത്ത് വന്നിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. മോശമാണ് ശ്രീ മണ്ഡൽ. ഇടുക്കിയിൽ നിന്ന് എവിടുന്ന് വിളിക്കുന്നയാലും ഒരാൾ ഒരു പൊതുവേദിയിലോ ആളുകൾക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയും എന്നുള്ള, മാന്യമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ പേരിൽ അങ്ങനെ സംസാരിക്കുന്നത്. ഒരാൾ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല ഒരു മനുഷ്യർ പ്രതികരിക്കേണ്ടത്. നമുക്കൊരു ബേസിക് മാന്യതയുണ്ട്, ഒരു മര്യാദയുണ്ട്. അത്തരം ഒരു മാന്യതയും മര്യാദയും ഇല്ലാതെ അല്ല ഒരു പൊതുവേദിയിൽ പ്രതികരിക്കേണ്ടത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഷാജിയാണ് മാവേലിക്കരയിൽ നിന്നും. മുമ്പേ മണ്ഡലിനോടാണ് ഇടുക്കിയിലെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. മോശമായ രീതിയിൽ പ്രതികരിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും, സ്വാഭാവികം തന്നെയാണത്. ശ്രീ ഷാജിയാണ്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഞാൻ പ്രതികരിക്കുന്ന വിഷയം, ഇത് നമ്മുടെ കേരളം ഇന്ത്യയിൽ അല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും മനസ്സിൽ കരുതുന്നത്. അന്ന് പ്രധാനമന്ത്രി കുറച്ച് വൈകിയാണെങ്കിൽ പോലും വയനാട്ടിൽ വന്ന് കുട്ടികൾ അവിടെ എല്ലാം കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് അവിടെ കണ്ട കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഞാൻ ഉടനെ കേന്ദ്രത്തിന്റെ സഹായം ഉടനെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാൾ വൈകിട്ടും ഇപ്പോഴത്തെ തരുന്നത് നമുക്ക് ഗ്രാൻഡായിട്ടല്ല, നമുക്ക് വായ്പയായിട്ട്. അത് 45 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? റോഡ് തന്നെ വികസന പ്രവർത്തനങ്ങളാണ് അത് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ 10% ദുരന്തം ഉണ്ടായ ബീഹാർ, ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ഇപ്പൊ ആയിരക്കണക്കിന് കോടി രൂപയാണ് വാരിക്കൊരു കൊടുത്തത്. അപ്പൊ നമ്മുടെ ഈ യഥാർത്ഥത്തിൽ ഇത് മുടക്കുന്നത് എന്റെ അഭിപ്രായത്തില് ഈ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളാണ് അവിടെ നമുക്ക് കൊടുക്കരുത്, നമ്മളെങ്ങനെ നശിപ്പിക്കണം, കേരളത്തെ എങ്ങനെ നശിപ്പിക്കണം എന്ന് വിചാരിക്കും. തന്നെയുമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ആയാലും മുൻനിരയിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണക്കിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന, ഈ കേരളത്തെ നശിപ്പിക്കുക, കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയും പാഠം പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ അതിജീവിച്ച്, ഇതിനേക്കാൾ വലുത് നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. അതിന് ഏറ്റവും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് പ്രതികരിക്കുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം പൊതുവേദി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതും. പൊതുവേദിയിൽ പ്രതികരിക്കുന്ന പ്രേക്ഷകരോട് അത്യപൂർവമായിട്ടാണ് ചില പ്രേക്ഷകരൊക്കെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത്. നമ്മളിതൊരു ലൈവ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടി കേൾക്കുന്നതാണ്. അവിടെ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദ, മാന്യതയൊക്കെ ഉണ്ട്. അത് വിട്ട് സംസാരിക്കുന്നത് നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരാൾ അങ്ങനെ സംസാരിക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അത് പാലിക്കുക എന്നുള്ളത് പരസ്പരം ഒരു വിശ്വാസമാണല്ലോ. ഇതെല്ലാം അത്തരം കാര്യങ്ങൾ കൂടി ദയവ് ചെയ്ത് പാലിക്കണമെന്ന്, ഈ അത്യപൂർവം ചില ആളുകളാണ് ഇത്തരം പരിപാടികളൊക്കെ മോശമാക്കുന്നതും മറ്റു പലരും ഇത്തരം പരിപാടികളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഇത്തരം ആളുകളുടെ ഇത്തരം മോശപ്പെട്ട പ്രതികരണങ്ങൾ കൊണ്ടുകൂടിയാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ വിഷയത്തിൽ ചർച്ച തുടരാം. വയനാട് ദുരന്തമുണ്ടായിട്ട് 7 മാസം കഴിയുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വന്ന് നേരിട്ട് കണ്ടതാണ്. അവിടെ നമുക്ക് വലിയ സഹായമൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ 7 മാസത്തിന് ശേഷം കേരളത്തിന് 529 കോടി രൂപ വായ്പ നൽകാം, അത് തന്നെ മാർച്ച് 31 ചെലവഴിച്ച് തീർക്കണം എന്നുള്ള, ചെലവഴിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചെലവഴിച്ചിട്ട് കണക്ക് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത് വയനാടിനോടുള്ള പരിഗണനയാണോ അതോ അവഹേളനമാണോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. താങ്കൾക്ക് പറയാം. കിരൺ, ഇത് ഇപ്പം സംസാരിച്ച മണിലാല് തന്നെയാണ് ഉമേഷ് പാല തന്നെയാണ് രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി. നിങ്ങൾ എത്ര അയാളോട് ചോദിച്ചു പറഞ്ഞാലും അവര് തന്നെ ഒരാള് തന്നെയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ശ്രീദീപ് അങ്ങനെയല്ല, ഇന്നലെ രവീന്ദ്രൻ വിളിച്ച ആൾ കൃത്യമായി അതങ്ങനെ പറയൂ, അങ്ങനല്ല എന്ന്. ശരി, പോട്ടെ. ഈ പരിഹസിച്ചതോ എന്ന് ചോദിക്കുന്നത് പരിഹാസമാണ് എന്നാണ് എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ ആവശ്യമില്ലല്ലോ. ഇവിടെ എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ചോദിച്ചത്? ഈ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ 200 ചില്ലാനം കോടി രൂപയും നമ്മുടെ PDNAയിൽ നിന്ന് 2000 കോടി രൂപ പിന്നെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷനും വേണ്ടിയാണ് നമ്മൾ ചോദിച്ചത്. ഇത് രണ്ടും തന്നില്ലെന്ന് മാത്രമല്ല, ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന ഇങ്ങനെ ഉള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ കൊടുക്കേണ്ട ലോണ്, ആ ലോൺസിനകത്തു നിന്നാണ് ഈ പറയുന്ന പണം തന്നിരിക്കുന്നത്.
ഈ പണം എന്ത് ചെയ്യണം, ഇത് തിരിച്ചു കൊടുക്കണം. ഇത് കേരളത്തിന് ഇത്ര രൂപ എന്ന് അലോക്കേറ്റ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്ര രൂപ എന്ന് അലോക്കേറ്റ് ചെയ്യും. ആ അലോക്കേറ്റ് ചെയ്ത പൈസയിൽ നിന്നാണ് ഇതെടുത്ത് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ പണത്തിൽ നിന്ന് അത്രയും പണം കുറയും. ഇപ്പൊ 1000 കോടി രൂപ ഉണ്ടെങ്കിൽ 500 ഇപ്പൊ തന്ന 500 അപ്പൊ തരുള്ളൂ. അല്ലാതെ ഇത് കേരളത്തെ മൊത്തം കളിപ്പിക്കുകയാണ്, കേരള ജനതയെ മുഴുവൻ പരിഹസിക്കുകയാണ്. ഒരു നയാ പൈസ കേരളത്തിന് തരില്ല എന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ടും വന്ന് ന്യായീകരിക്കുകയാണ്, തന്നില്ലേ കേരളത്തിന് പിരിച്ചെടുത്ത പൈസയില്ല. കേരളം പിരിച്ചെടുത്തത് ഈ ജനങ്ങൾ ഈ കേരളത്തോടുള്ള കമ്മിറ്റ്മെന്റ്, ഈ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടുള്ള പൈസയാണ് അവിടെ വന്നിരിക്കുന്നത്. ആ പണം വെച്ച് നിങ്ങൾ ചെയ്യാത്തത് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ചോദിക്കണം, ഒരു ഉളുപ്പും ഇല്ലാതെ ആ പൈസയിൽ ഒരു കാലണ ഒരൊറ്റ BJP-കാരൻ കൊടുത്തു കാണത്തില്ല. ഇവിടെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞവരിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ട്? അങ്ങനെ ഉള്ളവരാണ് ഈ പണം എടുക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മുടെ ഈ മഹാമാരി വന്ന സമയത്ത് പോലും 700 കോടി രൂപ നമുക്ക് തരാതിരിക്കാൻ വേണ്ടി കേരളത്തെ മുഴുവൻ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം മാഷ്. നമസ്കാരം. ഞാനിത് ഇതിനു മുമ്പ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇത് പരിഹസിക്കുകയല്ല, തൊട്ടു മുമ്പ് ദീപു പറഞ്ഞതുപോലെ തന്നെ ഇത് പരിഹസിക്കുകയാണോ എന്നുള്ള സംശയമല്ല, പരിഹസിക്കുകയാണ്. ഒരല്പം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഈ കേന്ദ്ര സർക്കാരിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ഉന്നത കുലജാതരും ഒക്കെ ഉണ്ടല്ലോ, അതിനുവേണ്ടി വാദിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, കുഴികുത്തി ഭക്ഷണം കൊടുത്തതിൽ അഭിമാനിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഒരു മനുഷ്യത്വം ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെങ്കിലും കോണിലെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമോ? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെയാണ് അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2-3 പേര് വന്ന് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് എനിക്ക് അവരോടും കൂടെ പറയാണ് വിനയപൂർവ്വം അവരും കൂടെ കൂടുക. ഏതാണ്ട് 250ഓളം എണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്, അത് കുഴിച്ചിട്ടിട്ടുണ്ട്. ബാക്കി 150ഓളാണ് കിട്ടാനുണ്ട്. മൊത്തം 450ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. മാന്തിയെടുത്ത് തിന്നട്ടെ, ഇവരൊക്കെ മാന്തിയെടുത്ത് തിന്നട്ടെ, എന്നാലെങ്കിലും അടങ്ങട്ടെ, ഇവരുടെയൊക്കെ ഈ പിന്നെ രോഷം അടങ്ങട്ടെ, ഇവരെ ആത്മരതി അടയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശരി, എനിക്ക് സ്വാഭാവികമായി മനസ്സിലാവുന്ന ആളുകൾ അത്തരത്തിലേക്ക് പ്രതികരിക്കുന്നത്. ശ്രീ പ്രശാന്താണ് ദുബൈയിൽ നിന്ന്. ശ്രീ പ്രശാന്ത്, താങ്കൾ എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കാണുന്നത്? ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. ഇത് കേന്ദ്രം, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലൊരു ചർച്ച ഇവിടെ വന്നായിരുന്നല്ലോ, അന്നേരവും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. കാരണം കേന്ദ്രം ഈ 7 മാസമായിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. എന്തിനാ ഈ പ്രധാനമന്ത്രി ചാറ്റയൊക്കെ തന്ന് എല്ലായിടത്തും പോയി കണ്ട് സന്ദർശിച്ച് ആരെ കാണാൻ വേണ്ടി പോയതാ? 1 മാസത്തിനുള്ളിൽ ആ നിമിഷ നേരം കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു കേന്ദ്രം കുറച്ചെങ്കിലും സഹായിക്കണമായിരുന്നു. ഒത്തിരി സഹായിക്കാൻ പറയുന്നില്ല. അത് കേന്ദ്രം ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തെ അവഗണിച്ചു. ശരി, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ബിനോയാണ് കൊല്ലത്തു നിന്നും. ശ്രീ ബിനോയ്, ഈ ഏതെങ്കിലും ഒരു സഹായം, ചെറിയ തുക പോലും, 1 രൂപയുടെ സഹായം പോലും ഇല്ലാതെയാണ് നിങ്ങൾക്ക് 529 കോടി രൂപ വായ്പയായി കണക്കാക്കാം നിങ്ങൾ ചെലവഴിക്കണം. അത് മാർച്ച് 31 ഇനി 40 ഇത് കഷ്ടിച്ചുള്ളത് 40-42 ദിവസമാണ്. ആ ദിവസങ്ങളിൽ ചെലവഴിച്ചിട്ട് ചെന്നാൽ ആ തുക തരാമെന്ന് പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? കിരണൻ, നമസ്കാരം. ഇത്രയും പേര് 430ഓളം ആളുകൾ മരണപ്പെട്ട ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു ദുരന്തത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്തിലെങ്ങാണോ ആയിരുന്നെങ്കിൽ ഓടിച്ചെന്നേനെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് നമുക്കെല്ലാവർക്കും പറയാനുള്ളത്, മുതലക്കണ്ണീരൊഴിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയത്. വയനാട് അടുത്ത ദിവസം പറന്ന് വന്നെത്തി. നമ്മളെല്ലാവരും വിചാരിച്ചു കോടിക്കണക്കിന് രൂപ നമുക്ക് തരുമെന്ന്. പക്ഷെ 1 രൂപ പോലും ഇന്ന് വരെ നമ്മളെ തരാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി 10,500 കോടി രൂപ ബംഗ്ലാദേശിനും ഭൂട്ടാനും ശ്രീലങ്കയ്ക്കും ആഫ്രിക്കൻ കൺട്രികൾക്കും കൊടുക്കുകയാണ്. എനിക്ക് പറയുവാനുള്ളത്, സ്വന്തം വീട്ടിലൊരു വിഷയം നടക്കുമ്പോൾ അത് പരിഹരിക്കാതെ, അതിന് ഒരു പരിഹാരം കാണാതെ മറ്റുള്ള രാജ്യങ്ങളെ പോയി സഹായിക്കുന്നത് ഇന്ത്യയിലുള്ള പൗരന്മാരെ രണ്ടാംകിട പൗരന്മാരായിട്ട് അങ്ങനെയല്ല ശ്രീ ബിനോയ്. നമ്മൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ അതിനെ തമ്മിൽ താരതമ്യം ചെയ്യരുത്. ഇന്ത്യയെ പോലെ ഒരു രാജ്യം പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഈ മേഖലയിൽ. നമ്മൾ അങ്ങനെ മറ്റു രാജ്യങ്ങളെയൊക്കെ സഹായിക്കുന്നത് എപ്പോഴും നമ്മുടെ സഹായ മനസ്ഥിതി കൊണ്ട് മാത്രമല്ല, തന്ത്രപരമായ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൂടി കാണേണ്ടി വരും. നമ്മുടെ സമീപ രാജ്യങ്ങളെയൊക്കെ, അത് ഏത് സർക്കാർ ഭരിച്ചാലും ഇത്തരം രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ ഈ പ്രതിരോധപരമായും തന്ത്രപരമായും ഒക്കെ ആവശ്യമാണ്. അല്ല, നയതന്ത്രം ഉണ്ടായിക്കോട്ടെ, നമുക്ക് നല്ലതാണ്. നമ്മളുടെ വീട്ടില് ഒരു കാര്യം സംഭവിച്ച് നമ്മളുടെ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ
അത് നോക്കാതെ അയലത്തെ വീട്ടിന് അതിനപ്പുറത്ത് പോയി നമ്മളും നോക്കുമ്പോൾ സാധാരണ മനുഷ്യരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഈ അയലത്തെ വീട്ടിൽ കൊടുത്തതിനെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളാലും ചെയ്യും. ചിലപ്പോൾ നമുക്ക് പണം ഉണ്ടായിട്ടാണ് ആളുകളൊക്കെ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ പട്ടിണിയായിരിക്കും, എന്നാലും കയ്യിലുള്ള പൈസ എടുത്ത് ചിലപ്പോൾ ആ ദുരന്തം കണ്ട് സഹിക്കാൻ വയ്യാതെ നമ്മൾ മറ്റുള്ളവർ കൊടുക്കില്ലേ? അതൊക്കെ സ്വാഭാവികമായി ഞാനൊരു കാര്യം പറയാം. എന്റെയും കിരണിന്റെയും ഒക്കെ പ്രധാനമന്ത്രിയാണ് ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ്. അല്ല, ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി. പക്ഷേ ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഇതൊരു വിവേചനമാണ്. കേരളത്തിനോടുള്ള അവഗണനയാണ് വീണ്ടും അദ്ദേഹം തെളിയിക്കണം. അതുകൊണ്ട് ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമുക്ക് ഒരു സംശയം സാറിന് അങ്ങോട്ട് ചോദിക്കുകയാണ്, അല്ലാണ്ട് ഇനി ഞാനിതിൽ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ആലോചിച്ചിട്ട്. അതായത് നമുക്ക് ഈ 31 മുമ്പ് ഈ പൈസ നമ്മൾ ചെലവാക്കിയില്ല എങ്കിൽ ഈ പൈസ മൊത്തം റിട്ടേൺ കൊണ്ടുപോകുമോ സാർ? അല്ല, ഇത് റിട്ടേൺ കൊണ്ടുപോകാൻ അവരൊരു പൈസ ഇപ്പോൾ കയ്യിൽ തരുന്നില്ല. ഈ 31 നമ്മൾ ചെലവഴിച്ചിട്ട് ആ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ തുകയെ വായ്പയായി കണക്കാക്കി നമുക്ക് തരും. അതാണ് നമുക്ക് നമ്മുടെ കയ്യിലില്ലല്ലോ, നമ്മൾ അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കാൻ തന്നെയാണ്. കേരള സർക്കാരിന്റെ കയ്യിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ 31 തീയതിക്കുള്ളിൽ ചെലവഴിച്ചാൽ 529 കോടി രൂപ ചെലവഴിച്ചാൽ നിയമത്തിനാണ് പറയുന്നത്. ചെലവഴിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള വേറെ വിഷയം. ഒരു സംശയം ചോദിച്ചിട്ട് സാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ള ഊരാളിങ്ങിനെ പോലത്തെ വൻകിട ടീമിനെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചു. നമുക്കൊരു 100 കോടി രൂപയെ ചെലവായുള്ളൂ. അപ്പൊ ഈ 100 കോടി രൂപ തരില്ല അവര്? അത് തരുമായിരിക്കും. അതിന്റെ കൂടുതൽ ലോസുകളൊക്കെ സംബന്ധിച്ച് വ്യക്തത വരാനുണ്ട്. അവർ ഈ 529 കോടി രൂപ പറഞ്ഞിരിക്കുന്നത് ഈ മാർച്ച് 31 ചെലവഴിച്ചിട്ട്. കേരളത്തിലെ അതിനുള്ള കൺസെഷനുള്ള കമ്പനികളൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിലില്ല. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം, ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കേന്ദ്രം അറിയാത്ത ഒന്നുമല്ല. അവരും ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ തന്നെയാണ്. ഇത് മനഃപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും നമ്മൾ യുദ്ധാടിസ്ഥാനത്തിൽ കിട്ടിയതായെന്നുള്ള രീതിയിൽ തുടങ്ങാനാണ് എന്റെ. അങ്ങനെ ചിലപ്പോൾ കേരള സർക്കാർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കിട്ടുന്നിടത്തോളം കിട്ടട്ടെ എന്നൊക്കെ കരുതാൻ ഒക്കെ സാധ്യതയുണ്ട്. അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ BJP കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, BJP നേതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു കടപ്പാടം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക, സഹകരിക്കുക. നമ്മൾ പ്രാർത്ഥനയും പ്രതീക്ഷയൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് പണം കിട്ടുന്നില്ല എന്നുള്ളിടത്താണ് ശ്രീ ജോസഫ്. മനസ്സിലായി താങ്കൾ പറഞ്ഞതിന്റെ വികാരം. വായ്പ തരുന്നല്ലോ ശ്രീ ജോസഫ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ശ്രീ ജോസഫ്, വായ്പ എന്ന് പറയുന്നതും ഗ്രാന്റ് എന്ന് പറയുന്നതും രണ്ടാണ്. ഗ്രാന്റ് എന്ന് പറയുന്നത് നമ്മളൊരു സംസ്ഥാനത്തെ ഒരു അപകടം ഉണ്ടായാലും അവിടെ സഹായിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ നികുതി ഭാരം കൊണ്ടല്ലേ കേന്ദ്രം സർക്കാരിന്റെ പണമെന്ന് പറയുന്നത്, അല്ലാതെ കേന്ദ്രത്തിന്റെ വേറെ പണമൊന്നും അല്ലല്ലോ. ആ ഏത് സംസ്ഥാനത്തുണ്ടായാലും ചെയ്യാറുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ബീഹാറിന് കൊടുത്തു. എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുക്കുന്നത് പോലെ തന്നെ കേരളത്തിനും കിട്ടണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അത് പക്ഷെ തരുന്നില്ല എന്നുള്ളതാണ് വിഷയം. വില പേശാൻ സമയമില്ല സാർ. യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ? നമ്മൾ കുറെ കാലം കൊണ്ട് ചോദിക്കുകയാണ്, എന്നിട്ട് തരുന്നില്ല എന്ന് മാത്രമല്ല നമ്മളെ പരിഹസിക്കൂടിയല്ലേ. നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സഹോദരങ്ങൾക്ക് വേണ്ടി വില പേശി നിൽക്കുന്നത്? ശരി, എന്തായാലും ശ്രീ അജിത് കുമാറാണ് കായംകുളത്ത്, കോട്ടയത്ത് നിന്നും. ശ്രീ അജിത് കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ അഭിപ്രായം കാണുന്നത്? ഹലോ സാർ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ പേര് അജിത്ത് എന്നാണ്. അജിത് കളപ്പുരയ്ക്കലെ ജനതാദളിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ജനതാദള് നാഷണലിസ്റ്റ് ജനതാദളിന്റെ. ഓക്കെ സാർ. ഞാൻ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അഭിപ്രായം എന്ന് പറഞ്ഞാല്, ശരിക്കും എന്താണെന്ന് ചോദിച്ചാല്, ഈ ഒരു ഫണ്ട് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നേരത്തെ കൊടുത്തിരുന്ന ഫണ്ടുകള് ലാപ്സ് ആക്കി കളയുന്ന രീതിയിലും വേറുള്ള രീതിയിലേക്ക് ഇത് കൺവെർട്ട് ചെയ്യുന്ന രീതിയിലേക്കും വന്നതുകൊണ്ടാകാം എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി പറയണ്ടേ? കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരത്തെ പ്രളയത്തിലുണ്ടായ സമയത്ത് തന്ന ഫണ്ട് അത് നിങ്ങൾ ഇങ്ങനെ ലാപ്സാക്കി എന്ന് പറയണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ സർക്കാരിന്റെ പിടിപ്പുകൾ അതിനകത്തുണ്ട് എന്നൊരു തോന്നൽ ഞാൻ പറയുന്നത്. ഒരു സർക്കാർ, ഒരു കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ തോന്നലല്ലല്ലോ. അവർ പറയണ്ടേ ഞങ്ങൾ ഇത്ര കോടി നിങ്ങൾക്ക് തന്നു, നിങ്ങൾ എന്നിട്ട് അതിന്റെ കണക്ക് തന്നില്ല എന്ന് അവർ പറയണ്ടേ? അവരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ സുരേഷ് ഗോപി ആണെങ്കിൽ പോലും നമ്മൾക്ക് വേണ്ടി പറയേണ്ട സമയത്ത് നമ്മളോട് വേറെ രീതിയിലാണ് നമ്മളോടൊന്ന് സഹകരിച്ചത്, പറഞ്ഞത്. അതാ പറയേ, സുരേഷ് ഗോപിയൊക്കെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് കേരളത്തിന് വയനാട് ഒരു ദുരന്തം വന്നാൽ ആ ദുരന്ത സ്ഥലത്ത് രാഷ്ട്രീയമൊന്നും നോക്കാതെ കേരളത്തെ സഹായിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കേണ്ടതല്ലേ? അതെ, അതൊരു കാര്യം സത്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു പോരായ്മയാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു സംശയമാണ്. പോരായ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ട്. ഈ പ്രധാനമന്ത്രി, ധനമന്ത്രി അല്ലെങ്കിൽ കേരളത്തിന് ഔദ്യോഗികമായി കത്തെഴുതണമല്ലോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര രൂപ തന്നു, ആ തുക നിങ്ങൾ ചെലവഴിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന തുക ചെലവഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇനി തുക തരില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയണ്ടേ? അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അതും പറഞ്ഞിട്ടില്ല. അതാണ്. അപ്പൊ ശരിക്കും കേരളത്തോട് അവഗണന തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ.
ഉണ്ട്. ബാക്കി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ ഒരു രണ്ടാംകിട ഇതായിട്ടാണ് അവർ കാണുന്നതെന്നാണ് ഒരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചിന്ത, എന്റെ ചിന്ത. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പൊ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉണ്ട്, മറ്റേ സുരേഷ് ഗോപി ഉണ്ട്. ഇവരാരും പാർട്ടി ഇതിനു വേണ്ടി അത്ര പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ വ്യക്തമല്ലേ? അവരോട് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലോ. ശ്രീരാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീരാജൻ, താങ്കൾക്ക് പറയാം. ആദ്യമായിട്ട് ന്യൂസ് 18 ഒരു വലിയ താങ്ക്സ്. നമ്മുടെ നിമിത്തം ഒരു ക്ഷേത്ര ഭാരവാഹികൾ ഡിസിഷൻ എടുത്തു ഈ ആനയെ വേണ്ടെന്നുള്ളത്. നമ്മുടെ ആൾക്കാർക്ക് വെറും വരട്ടെ സാറേ. നല്ല കാര്യം, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ക്ഷേത്രമെങ്കിൽ അത് തുടങ്ങിയെങ്കിൽ മറ്റൊരു ക്ഷേത്രങ്ങളും ഒക്കെ അത് മാതൃകയാകട്ടെ. മറ്റു പലരും ഈ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ മടിക്കും. കാരണം ഇത് മതപരമായ വിഷയമാകുമോ അല്ലെങ്കിൽ അതിൽ വൈകാര്യത വരുമോ എന്നൊക്കെ പേടിച്ചു. പക്ഷെ അങ്ങനൊന്നും പേടിച്ചു നിന്നാൽ ലോകത്ത് മാറ്റം ഉണ്ടാവില്ല. ആരെങ്കിലും ഒക്കെ ധൈര്യത്തിൽ ഇറങ്ങണം. അതെ. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയായിരുന്നു. വയനാട്ടിലെ ഈ കേന്ദ്രം സഹായിക്കത്തുള്ളൂ എനിക്ക് നേരത്തെ അറിയായിരുന്നു. വേറെ ചില കാരണങ്ങളുണ്ട്. ആ കാരണം പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും കൂടെ എന്നെ തല്ലും. അതുകൊണ്ട് ഇപ്പോഴാ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായത് ഇപ്പം ഇത് സഹായിക്കാൻ പോകുന്നില്ല. ഇപ്പം അവർ ഒരുമിച്ച് സമരം ചെയ്യാന്നൊക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, കേന്ദ്രം സഹായിക്കുന്നില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ശശി തരൂറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുത്തേക്കണം ആ ലേഖനത്തിന്. ശരി, ഓക്കെ, അതല്ല നമ്മുടെ വിഷയം. ശ്രീ പ്രദീപാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കേന്ദ്രം ശരിക്കും ഒരു രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തോട് എല്ലാ തരത്തിലും എന്നാ പറയേണ്ടത് വെച്ചാല് ഒരു അവഗണന ചെയ്യണം. അത് ഈ എല്ലാ കാര്യത്തിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന അവസരത്തിലും അതുപോലെ ഈ പ്രകൃതിക്ഷോഭമുള്ള സമയത്തും എല്ലാ സമയത്തും കേന്ദ്രം ഒരു ചില്ല് പൈസ തരാതെ സഹായിക്കുന്നുണ്ട്. സഹായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൈസ പിന്നീട് തിരിച്ചു വാങ്ങിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരുപാട് മന്ത്രിമാരുണ്ടായിട്ടുണ്ട് BJPക്ക്. ഈ BJPയുടെ കേന്ദ്രമന്ത്രിമാരൊന്നും തന്നെ ഇതുവരെ നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു ശബ്ദം ഉയർത്തുന്നത് എവിടെയും കണ്ടിട്ടില്ല. തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും അവിടെ എവിടെ ഇങ്ങനെ പറയുന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു സഹായം വാങ്ങിച്ചു കൊടുക്കുന്നതിനോ എന്തെങ്കിലും ഒരു കേന്ദ്രമന്ത്രി പോലും ഇന്നേ വരെ ഇനി നിന്നിട്ടില്ലെന്നാണ് എനിക്ക് പറയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിനോദാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ വിനോദ്, താങ്കൾ എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനത്തെ കാണുന്നത്? എന്നെയാണോ ഹോൾഡ് ചെയ്ത വിനോദ് പച്ചടി നെടുങ്കണ്ടത്തുനിന്ന് വിനോദില്ലേ? ഓക്കെ, പറഞ്ഞോളൂ. സാറേ, ഞാൻ ഞാനിത് TV കാണുന്നതാണ്, എന്നും കണ്ടോണ്ടിരിക്കുന്നതാണ് വൈഡി ലൈവ് പ്രോഗ്രാമേ. അപ്പൊ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ എല്ലാരും പറയുന്നു കേന്ദ്രം തരുന്നില്ല ഞാൻ ഒരു പാർട്ടിയില് അങ്ങനെ എനിക്ക് പാർട്ടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ശരി, പറഞ്ഞോളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ കേന്ദ്രം ഒന്നും തരുന്നില്ല, നമുക്കൊന്നും തരുന്നില്ല, കേരളത്തിന് വേണ്ടി ഒന്നും തരുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണേ അങ്ങോട്ട് പറയുന്നത്. അപ്പം കേന്ദ്രം ഒന്നും തരുന്നില്ല, കേന്ദ്രത്തിന്റെ ആയതുകൊണ്ട് മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ കേരളത്തിന്. പിന്നെന്തിനാ അവരുടെ കയ്യിൽ നിന്നിട്ട് നമ്മൾ നിൽക്കുന്നത്? എന്നാൽ കേരളം മൊത്തം കേന്ദ്രത്തിനോട് അങ്ങ് എടുക്കാൻ ഒന്ന് പറഞ്ഞു നോക്കിയേ, അവര് സമ്മതിക്കരുത്. സ്വാഭാവികമായും ഇതൊരു ഫെഡറൽ സംവിധാനത്തിലുള്ള സംവിധാനമാണ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് സംസ്ഥാന സർക്കാരുകളുടെ മേൽ. എനിക്ക് മനസ്സിലായത്, എനിക്ക് അത്രയും വലിയ അറിവൊന്നുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിവൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. താങ്കൾ വിനയം കൊണ്ട് അങ്ങനെ പറയുന്നതാണെന്ന്. ശരി, എന്തായാലും താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. ശ്രീ രമേശ് കുമാറാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രമേശ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് പല ഘട്ടങ്ങളിലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കേരളത്തോട് ഒരു വലിയ അവഗണന നമ്മൾ നേരിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വലിയൊരു ക്രൂരമായ മുഖമാണ് നമ്മളിപ്പോൾ നേരിടുന്നത്. നമ്മൾ പ്രളയകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് തന്ന അരിക്ക് മേലെ വരെ ഒരു വിലയിട്ടവരാണ് ഇന്ന് ഭരിക്കുന്ന മോദി സർക്കാർ. അവരെ ഈ നാട്ടിൽ നിന്നും പിരിച്ചുകൊണ്ടു പോകുന്ന ഒരു നികുതിയുടെ ഒരു വിഹിതം മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അത് നമുക്ക് മാത്രം, കേരളത്തിന് മാത്രം അവർ തരുന്നത് ഒരു വായ്പയായിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക്, അതായത് BJP നേതൃത്വം നൽകുന്ന സർക്കാരുകളുള്ളതോ അതല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികൾ ഭരിക്കുന്നതായോ സംസ്ഥാനങ്ങൾക്ക് ഒരു വാരിക്കോരി സഹായ രൂപത്തിൽ നൽകുന്നുണ്ട്. നമ്മളോട് മാത്രം നമുക്ക് പല കാര്യങ്ങളിലും നമ്മുടെ കാർഷിക മേഖല അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഉൾപ്പെടെ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഇങ്ങോട്ട് നമുക്ക് കിട്ടാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രമേശ് കുമാറാണ് കൊല്ലത്ത് നിന്നും പ്രതികരിച്ചത്. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കേന്ദ്ര ഗവൺമെന്റ് ഈ പണം തരണം എന്ന് വിചാരിച്ചതാണ്.
കേരളത്തിന് നന്നായിട്ട് സഹായിക്കണം, ഒരു 12 അവർ വിചാരിച്ചാണ്. അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ? പെട്ടെന്ന് ട്രംപ് വിളിച്ചിട്ട് കുറച്ച് ചങ്ങല വേണമെന്ന് മോഡിയോട് ആവശ്യപ്പെട്ട്, അപ്പൊ ഈ പൈസ ഒക്കെ കൂടി എടുത്തിട്ട് ചങ്ങല വാങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം പോയിട്ട് തിരിച്ചു വന്നപ്പോ പൈസ ഇല്ലാതായതാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവര് തരും. ശരി, ഓക്കെ. എന്തായാലും താങ്കളെ അങ്ങനെ ഒരു ട്രോളാണ് എന്ന് മനസ്സിലായി. ശ്രീ സൈമൺ ആണ് പുനലൂരിൽ നിന്നും. ശ്രീ സൈമൺ, താങ്കൾ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ കാണുന്നത്? പറഞ്ഞോളൂ. കേന്ദ്രമന്ത്രി, പ്രധാനമന്ത്രി ഇത്രയും കണ്ണിച്ചോര ഇല്ലാത്ത പ്രവൃത്തിയാണല്ലോ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കാര്യം നമുക്ക് അർഹതപ്പെട്ട ഈ പണം അത് കൈവായ്പയായിട്ട് തരുക എന്ന് പറയുന്ന എന്തൊരു, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടതല്ലേ ഇതൊക്കെ? ശരി, താങ്കളെ TV മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാതെ പോകുന്നത്. ദയവ് ചെയ്ത് സംസാരിക്കുന്നവർ TV മ്യൂട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഏലിയാസ്, താങ്കൾ എങ്ങനെയാണ്, നമുക്ക് സഹായിക്കേണ്ട ഉത്തരവാദിത്തമുള്ള കേന്ദ്രമാണ് ഇപ്പോൾ, ഞങ്ങൾക്കൊരു വായ്പ നൽകാം, അത് തന്നെ വരുന്ന 42 ദിവസത്തിനുള്ളിൽ തന്നെ ചെലവഴിക്കണം 529 കോടി രൂപ, അങ്ങനെയാണെങ്കിൽ അത് വായ്പയെ തരാം എന്നൊക്കെയാണ് വ്യവസ്ഥ വെക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ 2 മന്ത്രിമാർ അവിടെ ഉണ്ടല്ലോ, അവര് ഇതിനു മുമ്പ് ഇത് വാങ്ങി കൊടുക്കുന്നതല്ലേ, വായ്പ പോട്ടെ, കേന്ദ്രം സഹായിക്കണ്ടേ? കേരളം എന്താ ചിറ്റമ്മയുടെ 2ാം കൂടി മക്കളാന്ന് പറഞ്ഞത്, അതായിട്ടായിരിക്കും ഇപ്പൊ വായ്പയെങ്കിലും തരാന്ന് പറഞ്ഞത്, അല്ലെ അതും തരില്ലായിരുന്നു. ശരി, ഓക്കെ. താങ്കളുടെ പറഞ്ഞു. സാറിനോട് ഞാൻ ആ പെൻഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് ഇതൊന്നും അന്വേഷിച്ചില്ലേ? പെൻഷൻ കിട്ടാത്തതിന്റെ വിഷയമല്ലേ? അയ്യോ, നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി അത് അന്വേഷിക്കാൻ എന്റെ വാർത്ത എന്താണെന്ന് അന്വേഷിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കും ഒരു വാർത്ത ഉറപ്പായും. ശരി, ശ്രീ ഏലിയാസ്. ശ്രീ അരുൺ അതിരപ്പള്ളിയാണ്. ശ്രീ അരുൺ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ കേന്ദ്ര സർക്കാർ എല്ലാം തരണം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാർ പിന്നെ കേരളത്തിൽ വന്ന് ഭരിച്ചൂടെ? അതെങ്ങനെയാണ് ശ്രീ അരുൺ നടക്കുന്നത്? അതെങ്ങനെയാണ്? എല്ലാത്തിനും ഇപ്പൊ പെൻഷൻ കിട്ടിയില്ല, കേന്ദ്രത്തിന് കുറ്റം പറയും. റേഷൻ കിട്ടില്ല, കേന്ദ്രം തരേണ്ടത് മൊത്തമല്ലല്ലോ, എല്ലാം കേന്ദ്രമല്ല തരുന്നത്. ആകെ കേരളത്തിൽ കൊടുക്കുന്ന പെൻഷൻ ഉണ്ടെങ്കിൽ കേന്ദ്രം തരുന്ന വിഹിതം അതിന്റെ 4/1 പോലും ഇല്ല. ബാക്കി തുക സംസ്ഥാന സർക്കാരുകളാണ്, ആര് ഭരിച്ചാലും അവരാണ് കൊടുക്കുന്നത്. കേന്ദ്രത്തിന് ന്യായമായും തരേണ്ടേ? കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എത്ര നാളായി അറിഞ്ഞു തുടങ്ങിയിട്ട്? പണ്ടേ ഈ സർക്കാരൊന്നും അല്ല, ഇതിനു മുമ്പുള്ള എല്ലാ സർക്കാരുകളും കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ വെറും നോണയാണ്. ഇതായത് ശ്രീ അരുൺ, എല്ലാ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഉണ്ടായ കാലം മുതലേ റേഷൻ കൊടുക്കുന്നുണ്ട്. ഈ റേഷൻ കൊടുക്കുന്ന ആരാ? പരിപ്പില്ല, പയറില്ല, എല്ലാ കാര്യങ്ങളും ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ലേ? എല്ലാം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ചെലവിലല്ല, സംസ്ഥാന സർക്കാരിന്റെ കൂടെ പൈസ എടുത്തിട്ടാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ ഉണ്ടോ? ഇല്ലേ, കേന്ദ്ര സർക്കാർ അതിലുണ്ട്. ഇപ്പോൾ മാത്രമല്ല, അത് എല്ലാ കാലത്തുണ്ട്. അതവരുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ കാലത്തുണ്ട്. ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞാൻ പറയുന്നേക്ക് ഇപ്പൊ ഈ വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങും, എല്ലാം ഈ കേന്ദ്ര സർക്കാരിനും എല്ലാം അല്ല, എന്തെങ്കിലും 1 രൂപയെങ്കിലും തരണ്ടേ? തന്നോ? ഈ കേരള സർക്കാർ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ സംശയം, അരുൺ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടു. ഈ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി, ദുരന്തം ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇത്ര രൂപ ഞങ്ങൾ തരാം, ബാക്കി നിങ്ങളെടുത്ത് ചെയ്തു എന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവിടെ ഒരാൾ മരിച്ചതിന് ശവസംസ്കാരത്തിന് വേണ്ടി പൈസ ഒക്കെ എഴുതുക അല്ല ശ്രീ അരുൺ, അതെല്ലാം വളരെ വ്യക്തമായതാണ്. ഇതൊന്നും നോക്കിയല്ലോ ബീഹാറിന് പൈസ കൊടുത്തത്. ഇല്ല, ബീഹാറിന്റെ കേസ് വിട്. ഇപ്പൊ താങ്കൾ പറയുന്നത് ഇന്നലെ പറയുന്ന പോലെ ഇന്ന് കേരളത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ കാര്യം താങ്കൾ പറയൂ. എന്ത് പറയാനാ? ഇന്നലെ താങ്കളോട് ഞാൻ ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്, നമ്മൾ കേരളത്തിന്റെ കാര്യം അന്വേഷിക്കേണ്ടത്. ഇപ്പൊ കേരളത്തിന്റെ കാര്യത്തിൽ 1 രൂപ പോലും തന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറയുന്നത്. തരേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ്, അത് തരുന്നില്ല. കേരള സർക്കാർ കൊടുക്കുന്ന കണക്കുകൾ കേരള സർക്കാർ കണക്ക് കൃത്യമായി കൊടുത്തതാണ് ശ്രീ അരുൺ. എന്നിട്ട് ഏതെങ്കിലും ചെലവഴിച്ച ഒരു ശവസംസ്കാരത്തിന്റെ കണക്കൊന്നും അല്ല, കേരള സർക്കാർ കൃത്യമായി തന്നെ കൊടുത്തതാണ്. ആ കൊടുത്തതിന് പണം തരാനുള്ള ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടായിരുന്നു, അവരത് ചെയ്തില്ല. താങ്കൾ കറക്റ്റ് കണക്ക് തരുവാണെങ്കിൽ താങ്കളുടെ ഈ പറയുന്ന ഇരിക്കുന്ന താങ്കൾ മാറിക്കാമോ? താങ്കൾക്ക് ഞാനെങ്ങും മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല അരുൺ. ഒരു സംസ്ഥാനത്തിന് ദുരന്തം ഉണ്ടായാൽ അവിടെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്, അത് അവർ ചെയ്തില്ല. അതിന് പകരം വായ്പ തരാമെന്ന് പറയുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ആർജവത്തോടു കൂടി പറയാൻ കഴിയണം കേരളത്തിന്. ഈ കേന്ദ്രത്തിന് വെല്ലുവിളിക്കുകയും. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം നമുക്ക് 2 സമയം പരിമിതി അവസാനിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് 2 പേർ കൂടി വേഗത്തിൽ. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് വേഗത്തിൽ പറയാം. എന്താ കിരൺ സാറെ, ഞാൻ ചങ്കെടുത്ത് ചെമ്പരുത്തി പോവാന്ന് പറഞ്ഞു. ശ്രീ രവീന്ദ്രൻ പറഞ്ഞോളൂ. അല്ല കിരൺ സാർ, എന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചേ 98 47 86 36
രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ മണിലാൽ ദയവ് ചെയ്ത് മണിലാലും ഉമേഷ് പാലൊക്കെ ദയവ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും പേരും ഒന്ന് പറഞ്ഞു കൊടുക്കണം. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി നമുക്ക് അത്യാവശ്യം വന്നാൽ ഇവിടെ എല്ലാവരുടെയും നമ്പറൊക്കെ ഉണ്ട്, നമ്പർ എടുത്ത് നമുക്ക് കണ്ടെത്താനും അല്ലെങ്കിൽ ആവശ്യമായപ്പോ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്നും പോകേണ്ടതുള്ളൂ. അല്ല, മണിലാൽ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു, ഇപ്പൊ ദീപു പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. ഇതെന്നാന്ന് പറയാം, ഞാനും ദീപും ഒക്കെ ഈ ദീപ് വളർന്നു വന്നവരാ. ഞങ്ങൾ ഈ അഭ്യാസങ്ങൾ കുറെ പഠിച്ചവരാ. അപ്പം ദീപ് പഠിച്ച കളത്തിൽ തന്നെ ഞാനും പഠിച്ചു വന്നിരിക്കുന്നു. അറിയുന്നതല്ല, സംസാരം കേൾക്കുമ്പോ അറിയാലോ. സംസാരം കേൾക്കുമ്പോ അറിയാം. നമ്മൾ ഈ BJP ഒന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ, നമ്മൾ DYP ഈ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നുണ്ട്. ഇതിലാണല്ലോ നമ്മളെല്ലാം വളർന്നു വന്നത്. ഇപ്പൊ കുറെ BJP-ക്കാരെ കൊണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെല്ലാം CPM കൂടെ വന്നത്. CPM കൂടെ വന്നുകൊണ്ടുണ്ടല്ലോ ഈ തന്ത്രവും. അപ്പൊ എനിക്ക് എന്താന്ന് പറയാനുള്ളൂ, ഇതിനകത്ത് പറയാനുള്ളത് സാറേ, ഒരൊറ്റ പഞ്ചായത്ത് മെമ്പറെ പോലും ഇവന്മാർക്ക് കൊടുക്കരുത്. ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും കെട്ടിവെച്ച കാശ് കൊടുക്കരുത്. അങ്ങനെ ഒരു ഇലക്ഷൻ പഞ്ചായത്ത് ഈ രണ്ടു മൂന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പൊതുവേദിയിൽ പ്രതികരിച്ച മഹാഭൂരിപക്ഷം പ്രേക്ഷകരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. വയനാട് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തെ സഹായിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. അവിടെ 7 മാസം കഴിഞ്ഞിട്ടും സഹായം തരാത്തത് കേരളത്തോടുള്ള അവഹേളനമാണ്. കേരളത്തെ ഒരു സംസ്ഥാനത്തിന് തരേണ്ട മാന്യമായ ഒരു പരിഗണന പോലും കേരളത്തിന് നൽകിയില്ല എന്നതിൽ പ്രതിഷേധം തന്നെയാണ് അറിയിച്ചത്. അത്യപൂർവമായ ചില ആളുകൾ അങ്ങനെയല്ല, അത് കേന്ദ്ര സർക്കാർ അങ്ങനെ തരും, പിന്നീട് തരും എന്നത് ന്യായീകരിച്ചവരുമുണ്ട്. അതല്ല, കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച പ്രേക്ഷകരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.